Good morning. Good morning, ma'am. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആംബുലൻസ് എവിടെ വരെ എടുത്തേ? ഓഡിയബിൾ വാർണിംഗ് വരെ. ഓഡിബിൾ വാർണിംഗ് വരെ. കോസ്റ്റ് എടുത്തില്ലേ? 108 എമർജൻസി സർവീസ് പോവാണ് എടുക്കേണ്ടത്. അതെ, എമർജൻസി സർവീസസ് ഒക്കെ എടുത്തില്ലായിരുന്നോ? എടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രൂയിങ് മുതലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ. ഓക്കെ, അപ്പൊ നമ്മള് 108 എന്ന് പറയുന്ന നമ്പർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ്? എമർജൻസി നമ്പറാ? ഏത് സഹായത്തിന്? ആംബുലൻസിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെ, സേവനത്തിന് വേണ്ടിയിട്ട്. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു കോളറായിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാ കോളർ ശ്രദ്ധിക്കണം? ആ കോൾ എവിടുന്നാ വിളിക്കുന്നതെന്ന് കൃത്യമായി പറയണം. ഏത് തരം എമർജൻസിയാന്ന് പറയണം. കോണ്ടാക്റ്റും എത്ര ആൾക്കാർക്ക് എത്രയൊക്കെ ഇഞ്ചുറി ഉണ്ട് എന്നൊക്കെ കറക്റ്റ് പറയണം. പ്രസന്റ് സിറ്റുവേഷൻ അല്ലെ, സ്റ്റേറ്റ് എന്താണ്, അവസ്ഥ എന്താണെന്നുള്ളത് പറയണം. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം അല്ലെ. അതുപോലെ അവരുടെ ആ കോൾ ചെയ്യുന്ന ആളുടെ എന്താണ് പേരും അതുപോലെ അവരുടെ ഫോൺ നമ്പർ ഒക്കെ ആവശ്യമായിട്ട് വരാണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയണം. നെക്സ്റ്റ് പറയുന്നതാണ് ക്രൂയിങ്. ക്രൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജീവനക്കാരും ക്രൂയിങ്ങിൽ വരും കേട്ടോ. ഓക്കെ, ഒരു 10 മെമ്പേഴ്സിന്റെ അവരുടെ കുറച്ച് ഫങ്ഷൻസും അവരെന്താ ചെയ്യുന്ന ഡ്യൂട്ടി എന്താന്നുള്ളതൊക്കെ പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒത്തിരി 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തരും എന്താ ചെയ്യുന്നത്, അവരുടെ പ്രധാനമായിട്ട് വരുന്ന ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കി, crewing, there are different levels of qualification that the ambulance crew may hold, from holding the formal qualification to having a fully qualified doctor on board. So ഈ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊരു ഫോർമൽ ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ തുടങ്ങി ഒരു ഡോക്ടർ ലെവലില്, ആ ഡോക്ടർക്ക് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെയും ആ ഒരു മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കി, മോസ്റ്റ് ആംബുലൻസസ് സർവീസസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് ടു ബി ഓൺ എവറി ആംബുലൻസ്. ഏതൊരു ആംബുലൻസിനും അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ആരാണെന്ന് നോക്കി, ഫസ്റ്റ് വൺ ടു ഡ്രൈവർ അല്ലെ. ഒരു ഡ്രൈവർ വേണമല്ലോ, അല്ലാതെ ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ആംബുലൻസിനും 2 ആംബുലൻസ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഒരാളെന്ന് പറഞ്ഞത് ആരാണ്? ആംബുലൻസ് ഡ്രൈവ് ചെയ്യാനുള്ള ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കും. സെക്കൻഡ് വൺ ആരാന്ന് നോക്കിയേ, and one to attend to the patient. മറ്റൊരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ 2 പേര് ഏതൊരു ആംബുലൻസ് എടുത്താലും ആ ആംബുലൻസിൽ വരുന്ന 2 മെമ്പേഴ്സ് ആണ്. കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇനി പറയാൻ പോകുന്നത് ഒരു 10 എണ്ണം ഉണ്ട് നമുക്ക്. അതായത് ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാര്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെന്തിനൊക്കെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നവരാണ് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ എപ്പോഴും ഈ ക്രൂയിങ്ങിൽ പറഞ്ഞ എന്താണ്? ക്രൂയിങ്ങില് ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട സർവീസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കും. എല്ലാവർക്കും സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കില്ല. അതായത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ തുടങ്ങി ഒരു ഡോക്ടറുടെ ലെവല് വരെയുള്ള ആളുകൾ ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താ? ഒരു ആംബുലൻസ്, ഏതൊരു ആംബുലൻസും ആയിക്കോട്ടെ, അതിൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അതിൽ ഒരാളാരാണ് ഞാൻ പറഞ്ഞത്? ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ അല്ലെ, എന്തായാലും വേണ്ട ഒരാളാണ് അല്ലെ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആൾ എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും പേഷ്യന്റ് വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ പോലും പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവും? ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അങ്ങനെ 2 മെമ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിലും എല്ലാ ആംബുലൻസിലും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ഉള്ള ക്രൂ മെമ്പേഴ്സിന്റെ അവരുടെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ്
വരുന്നതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ? നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ഫസ്റ്റ് റെസ്പോണ്ടർ ആരാ? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാ? ആരാ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്? അറിയില്ലേ? മറന്നുപോയാ? അതെ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് ആ സ്ഥലത്തേക്ക് ആ സംഭവ സ്ഥലത്തേക്ക് ആദ്യമായി എത്തുന്ന വ്യക്തിയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് വിളിക്കുന്നത് അല്ലെ. അവരെന്തൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്? അവരെന്ത് സഹായം നമുക്ക് അവർക്ക് ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് അവരെന്ത് ഹെൽപ്പാ ചെയ്തു കൊടുക്കുന്നേ? എന്താ ചെയ്തു കൊടുക്കുന്നേ? നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡുകൾ അല്ലെ, ആംബുലൻസ് എത്തിക്കുക മാത്രമല്ല ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ആംബുലൻസ് വഴി വരാം. അങ്ങനെ ആംബുലൻസ് വിളിക്കുന്ന സമയത്ത് ആംബുലൻസിലൂടെ ആ സേവനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ വരാം. അല്ലാന്നുണ്ടെങ്കിലോ ഇപ്പൊ നമ്മുടെ പോലീസ് അതുപോലെ ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള അവരുടെ ട്രെയിനിങ് സമയത്ത് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകളായിരിക്കുമല്ലോ. അപ്പൊ അവരാണ് ആദ്യം ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുന്നതെങ്കിൽ അവരാരായി മാറി? ഫസ്റ്റ് റെസ്പോണ്ടർ ആയി. ക്ലിയർ ആവുന്നുണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടർ ഇന്ന വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ഒത്തിരി പേര് ആൾക്കാരുണ്ടാവുമല്ലോ അതിന്റെ ചുറ്റുവട്ടത്ത്. അപ്പൊ അതിന് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ് ലഭിച്ച അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആ വ്യക്തി അവിടെ ആരായി? ഫസ്റ്റ് റെസ്പോണ്ടർ ആയി. അതുകൊണ്ട് നമുക്ക് ഇന്ന വ്യക്തിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, നമ്മളൊരു സംഭവ സ്ഥലത്തുണ്ട്, മറ്റുള്ളവർ ആരും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണമെങ്കിൽ CPR പോലെയുള്ള എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവ സ്ഥലത്ത് ആരായി? ഫസ്റ്റ് റെസ്പോണ്ടർ ആയി. ആദ്യം ആരാണ് ആ സംഭവ സ്ഥലത്തെത്തി പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ സഹായിക്കുന്നത് അവരെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, a person who reaches first at the scene of an incident. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ആദ്യമായിട്ട് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. And whose job is to give early critical care. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. Early critical care ആണ് ഇവർ കൊടുക്കുന്നത്. Whose job is to give early critical care such as cardiopulmonary resuscitation അല്ലെങ്കിൽ CPR. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. CPRന്റെ എക്സ്പാൻഡഡ് ഫോംസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR എന്നറിയപ്പെടുന്നു. അപ്പൊ CPR ഒക്കെ നമ്മുടെ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള CPRകൾ കൊടുക്കാനൊക്കെ ആയിട്ട് എന്താണ്, അപ്പൊ അതിന്റെ ഒരു ഏർലി ക്രിട്ടിക്കൽ കെയർ ആണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു വ്യക്തിയെ എത്തുന്നതിന് മുൻപ് അവരുടെ ആ ഒരു കണ്ടീഷൻ കുറച്ചുകൂടി വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷകൾ, ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ നമ്മൾ ഈ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR പോലെയുള്ളവ. അല്ലാന്നുണ്ടെങ്കിലോ അപ്ലൈങ് ആൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ AED. ഇനി എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ AED എക്സ്പാൻഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ അല്ലെങ്കിൽ AED. ഈ AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീഫൈബ്രിലേറ്റർ എന്താന്ന് പഠിച്ചില്ലേ? അതിന്റെ തന്നെ ഒരു ഫുൾ നെയിം ആണ് കേട്ടോ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയാണ് ഡീഫൈബ്രിലേറ്റർ യൂസ് ചെയ്യുന്നത്? പറഞ്ഞോ, നോക്കിയൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തെടുത്തേ. ഡീഫൈബ്രിലേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിട്ടാ? ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യാനായിട്ടാ? റെസ്യൂം ചെയ്യാൻ അല്ലെ, പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ അല്ലേ
ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡീഫൈബ്രിലേറ്റർ ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു, അതായത് നമ്മുടെ CPR ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു പേഷ്യന്റിന് നമ്മൾ CPR കൊടുക്കേണ്ട, ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഒരു CPR കൊടുക്കേണ്ട കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് CPR കൊടുത്തിട്ടും അവരുടെ ആ ഒരു ഹാർട്ട് നേരെ വന്നില്ല എങ്കിൽ, അവരുടെ കണ്ടീഷൻ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഹാർട്ടിന്റെ ആ ഒരു ഹാർട്ട് പുനരാരംഭിക്കേണ്ടതായിട്ട് വരും. കിട്ടിയോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ള ആളായിരിക്കണം ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കിയേ, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ്. ഇനി ഈ ഫസ്റ്റ് റെസ്പോണ്ടറിനെ നമ്മൾ ഒരു ആംബുലൻസ് സേവനം വിളിക്കുന്ന സമയത്ത് ആംബുലൻസ് വരുന്നതിനോടൊപ്പം ഈ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറിന് എന്ത് ചെയ്യാം? ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്താം. ആ വ്യക്തിയെയും നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയാം. ഇനി അല്ലാന്നുണ്ടെങ്കിലോ മേ ബി പാസേഴ്സ് ബൈ, അവിടെ കൂടെ കടന്നു പോകുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ സ്കില്ലുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? അവിടെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നതാണ്. ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു ദ സീൻ ഫ്രം അതർ ഏജൻസീസ്. ഇനി മറ്റ് ഏജൻസികളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നവര് അത് ഏതൊക്കെയാ? പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റോ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അങ്ങനെയുള്ള ഏജൻസികളിൽ നിന്നും അവർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുമ്പോൾ അവരുടനെ ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള CPR ഒക്കെ ആവശ്യമായിട്ട് വരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ അവരെയും നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി പർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ആ ഒരു വ്യക്തി ഒന്നില്ലെങ്കിൽ ആ ഒരു ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാവാം, അല്ലെങ്കിലോ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന, ഇപ്പൊ നമ്മുടെ ആ ഒരു കാഴ്ചക്കാരിൽ ആരെങ്കിലും ഇങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ളവര്, ട്രെയിനിങ് കിട്ടിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അല്ലെ? സമയമാണല്ലോ ഏറ്റവും വലിയത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് എത്രയും വേഗം കൊടുക്കാൻ പറ്റും അത്രയാണല്ലോ ബെറ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഏജൻസി, അതായത് പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഏജൻസി, അവർക്ക് ഓൾറെഡി അവരുടെ ആ ഒരു ജോബിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിലൊക്കെ ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനുള്ള ട്രെയിനിങ്ങും സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ആദ്യം വരുന്നതെങ്കിൽ അവരെയും നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് വിളിക്കാം. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട എന്ത് കാര്യമാണ്? നമ്മുടെ ഫസ്റ്റ് എയ്ഡുകൾ, CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്ന കാര്യം ഓർമ്മ വരികയാണ്. അപ്പൊ അത് എന്താണെന്ന് ചോദിക്കാറില്ല. അതിന് പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ പോലെയുള്ള കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ CPR കൊടുക്കുക. AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റേഴ്സ് CPR കൊടുത്തിട്ട് പറ്റാത്ത കേസുകളാണെങ്കിൽ നമുക്ക് AED യൂസ് ചെയ്തുകൊണ്ട് അവരെ ഹാർട്ടിനെ റെസ്യൂം ചെയ്യാനായിട്ട് പുനരാരംഭിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ചെയ്യാനായിട്ട് സ്കില്ലുള്ള ആളുകളായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ. ഇന്ന ആളെന്ന് നമുക്ക് വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവര് ചിലപ്പോൾ ആംബുലൻസ് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസോ മറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ വരുന്ന ഒരു വ്യക്തിയാവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് റെസ്പോണ്ടർ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് ആംബുലൻസ് ഡ്രൈവർ, അല്ലെ? ആംബുലൻസ് ഡ്രൈവറിന്റെ ജോലി നമുക്ക് എപ്പോഴും അറിയാലോ, അല്ലെ? എന്താ ആംബുലൻസ് ഡ്രൈവറിന്റെ മെയിൻ ജോലി? എന്താ അവരുടെ ജോബിന്റെ പ്രത്യേകത? ആംബുലൻസ് ഡ്രൈവർ എന്താ ചെയ്യുന്നത്? ആ വാഹനം ഓടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം വളരെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണതാണ്, അല്ലെ? എക്സ്ട്രാ ഡ്യൂട്ടി ഒന്നും അവർക്ക് അധികം വരുന്നില്ല ആംബുലൻസ് ഡ്രൈവർ വരുമ്പോ. Some services employ staff without any qualification. ഏതൊരു ക്വാളിഫിക്കേഷൻ, അതായത് വാഹനം ഓടിക്കാനുള്ള ഒരു മെയിൻ മാനദണ്ഡങ്ങൾ, ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടേ? അത് കൂടാതെ വലിയ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? അവരുടെ ജസ്റ്റ് പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? Whose work is to simply drive the vehicle. ആ വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രധാന വർക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനുള്ള ചെറിയ ബേസിക് ട്രെയിനിങ്ങുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് അവരുടെ ആ ഒരു യാത്രാ മധ്യം എന്തെങ്കിലും ആ ഒരു പേഷ്യന്റിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉടനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാനും ഉള്ള രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഈ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അവരുടെ മെയിൻ
ജോലി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു വാഹനം നല്ല സുഗമമായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ആംബുലൻസ് ഡ്രൈവേഴ്സ് may also have training in using the radio and knowing where medical supplies are stored in the ambulance. അതുപോലെ മറ്റൊരു കാര്യം ആംബുലൻസ് ഡ്രൈവേഴ്സ് ട്രെയിനിങ് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ ടൂ-വേ റേഡിയോ ഒക്കെ യൂസ് ചെയ്യുന്നു, RDS ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആംബുലൻസ് ഡ്രൈവർ ആണ് അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, എമർജൻസി മെസ്സേജുകൾ അയക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലൊക്കെ അത് ഈ റേഡിയോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, ടൂ-വേ റേഡിയോ പോലുള്ളതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർക്ക് ആ ചെയ്യാനുള്ള ടെക്നിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവറിന് ഇങ്ങനെ ടൂ-വേ റേഡിയോ പോലെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രെയിനിങ്ങുകൾ ലഭ്യമായിരിക്കണം. അത് ആ ഒരു സമയത്ത് അല്ലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭ്യമായിരിക്കണം. അതുപോലെ നോയിങ് വെയർ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസിന്, അതുപോലെ ഒരു ആംബുലൻസില് മെഡിക്കൽ സാധനങ്ങൾ സപ്ലൈസ്, മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ ആ ആംബുലൻസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആംബുലൻസ് ഡ്രൈവർ അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് ഒരു ഐറ്റം അവർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ കൂടെയുള്ള അറ്റൻഡ് ചെയ്യുന്ന ആള് പറയുകയാണ് ഇന്ന ഐറ്റം ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് അറിയില്ലെങ്കിൽ എന്താ പറ്റുക, അതെടുത്ത സമയത്തിന് കൊടുക്കാൻ പറ്റുമോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിനുള്ളിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ സാധനങ്ങളും എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവറിന് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ആംബുലൻസ് ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത് എന്ത് തന്നെയാ, ആ വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന വർക്ക്. അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവും. അല്ലാതെ വലിയ രീതിയിലുള്ള മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും ആംബുലൻസ് ഡ്രൈവേഴ്സിന് ഉണ്ടായിരിക്കില്ല. ഇനി അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ടൂ-വേ റേഡിയോ പോലെയുള്ള ഐറ്റം, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് എങ്ങനെ ഉപയോഗിക്കണം ഒരു ട്രെയിനിങ് അവർക്ക് ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ ആംബുലൻസിനുള്ളില് ഈ മെഡിക്കൽ സാധനങ്ങൾ എവിടെയാണ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഈ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് അറിഞ്ഞിരിക്കണം. കിട്ടിയോ ആംബുലൻസ് ഡ്രൈവറ്? ഓക്കെ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്, തേർഡ് വൺ ആണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ആ പേര് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യാ, നമ്മൾ ആ ഒരു ടൈപ്പ് ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ നോൺ എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിനൊക്കെ. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും പേഷ്യൻസിനെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അറ്റൻഡൻസ് ഉള്ളത്? നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. നോൺ എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വാഹനങ്ങൾ ഉണ്ടല്ലോ, ഉണ്ടോ? ഏത് ആംബുലൻസ് അത്? ഏത് ടൈപ്പില് വരുന്നില്ല? മറന്നുപോയോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് നോൺ അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനത്തിന് ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിനൊക്കെ വേണ്ടി അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണ് നോൺ എമർജൻസി അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ദിസ് റോൾ ഹാസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ് അക്രോസ് ദ വേൾഡ്. നമ്മുടെ വേൾഡില് ഈ ഒരു റോള് ചെയ്യുന്നവർക്ക് പല ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈ സ്റ്റാഫുകളുടെ കോമൺലി ഓൺലി നീഡഡ് ടു ക്യാരി ഔട്ട് പേഷ്യന്റ് transport duties. അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ടു ക്യാരി ഔട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് റാദർ ദാൻ അക്യൂട്ട് കെയർ, അതായത് തീവ്ര പരിചരണം ഒക്കെ ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റിനെ ഒന്നുമല്ല ഇവര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മറിച്ച് എന്താണ് സാധാരണ എന്താണ് സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയർ കേസിലൊക്കെ
അർജന്റ് കെയർ അല്ലാത്തവര്, അതിന് ഉടനടി കെയർ കൊടുക്കേണ്ടി വരാൻ പറ്റാത്തവര് അല്ലെ, നമ്മളെ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാനും പോവാനായിട്ടുള്ള സൗകര്യത്തിനാണ് നമ്മൾ ആ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ അറ്റൻഡൻസ് അല്ലെങ്കിൽ അതിലുള്ള ഈ സ്റ്റാഫുകൾ, നോൺ എമർജൻസി അറ്റൻഡന്റ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവർക്കും അത് തന്നെയല്ലേ ഡ്യൂട്ടി. അതായത് സ്ട്രക്ചറിലാവാം വീൽ ചെയറിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവർക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാത്തവരാണ് ഇതിൽ പോകുന്ന ആളുകൾ. അപ്പൊ അവരെയൊക്കെ പേഷ്യൻസിനെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രധാന ഡ്യൂട്ടി ചെയ്യുന്നവരാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ്, ഡിപ്പെൻഡ് ഓൺ പ്രൊവൈഡർ. They may be instructed in first aid or extended skills such as use of an AED, oxygen therapy, and other life-saving or palliative skills. അപ്പോ നെക്സ്റ്റ് സെന്റൻസ് കൂടി വായിച്ചാൽ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. They may give emergency cover when other units are not obtainable or when accompanied by a fully qualified technician or paramedic. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക്, അതായത് ഈ ഒരു നോൺ എമർജൻസി അറ്റൻഡിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വലിയ ഡ്യൂട്ടി എന്താണ്? അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പൊ സ്ട്രക്ചറിലായിക്കോട്ടെ വീൽ ചെയറിലൊക്കെ കിടക്കുന്ന കേസിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുക, പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് അല്ലെ. വലിയ അർജന്റ് ആയിട്ടുള്ള കെയർ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ഈ ഇൻ കേസ് ഇവരോട് ചില സന്ദർഭങ്ങളിൽ ഇവരോട് ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള എമർജൻസി കവറുകൾ നൽകാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ആവശ്യമായിട്ടുള്ള ഇപ്പൊ ആ പോകുന്ന മധ്യേ അവർ പോകുന്ന സമയത്ത് ആ പേഷ്യൻസ് ആ സ്ട്രക്ചറിലോ വീൽചെയറിലുള്ള എമർജൻസി കേസ് ഒന്നും വേണ്ടാത്ത പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാല് അവർക്ക് മറ്റുള്ള ആരും അവൈലബിൾ അല്ല എങ്കിൽ, അതായത് ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റാരും ആ ഒരു സന്ദർഭത്തിൽ അവൈലബിൾ അല്ല എങ്കിൽ, അതാണ് നോട്ട് ഒബ്റ്റെയിനബിൾ, അതായത് അവിടെ ആ സമയത്ത് ആരും ഇല്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, ഇവരോട് ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിന്റെ കൂടെ അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രസൻസില് അവരുടെ നിർദ്ദേശപ്രകാരവും ചിലപ്പോ ഇവരോട് എന്ത് ചെയ്യാൻ പറയാറുണ്ട്, ഇതുപോലെയുള്ള AED ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ളവ കൊടുക്കാനോ ഓക്സിജൻ തെറാപ്പി ഒക്കെ അവരുടെ ലൈഫ് സേവിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പൊ നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ കിടക്കുന്ന നോൺ അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇനി അവർക്ക് ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളോ അല്ലെങ്കിൽ AED അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി ഒക്കെ അവരുടെ ലൈഫ് സേവിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ അവരോട് നിർദ്ദേശിക്കാറുണ്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒന്നില്ലെങ്കിൽ അവർ ആ ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടീഷൻ കൂടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റാരും, അതായത് ഇത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരും അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ, ആ സിറ്റുവേഷനിൽ അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ ഇവരോട് അത് ചെയ്യാൻ നിർബന്ധിക്കാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെയോ ഒരു പാരാമെഡിക്കിന്റെയോ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരം അവർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലാത്ത കേസുകളിലൊക്കെ അവർക്ക് പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ടത് പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതാണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. കിട്ടിയോ നോൺ എമർജൻസി അറ്റൻഡന്റ്? ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ പേരിൽ നിന്ന് തന്നെ നോക്കിയേ, എമർജൻസി കെയർ അസിസ്റ്റന്റ് ആണ് അല്ലെ. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരാ? സഹായികളല്ലേ. അപ്പൊ പേരിൽ തന്നെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാവുന്നത്. കാരണം ഇനി വരുന്നതിൽ ഇപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വരുന്നുണ്ട്, എമർജൻസി കെയർ പ്രാക്ടീഷണർ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞത്. എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സഹായികളാണല്ലോ. അപ്പൊ അങ്ങനെ
അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. Frontline ambulance drivers who arrive at occurrence in both emergency and non-emergency situation. അല്ലെ, ഒരു ആംബുലൻസ് ഡ്രൈവർ എങ്ങനെയാണ് ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും നോൺ എമർജൻസി സിറ്റുവേഷനിലും എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ആ ഒരു സ്ഥലത്ത് എത്തേണ്ടതായിട്ട് വരും അല്ലെ, അങ്ങനെയുള്ള ആളുകളെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ their job is to help the technician or paramedic. They are working with the carry out their duties such as making up medications, setting up fluids, but not attaching or doing simple observation. അപ്പൊ നമ്മുടെ ഒരു ആംബുലൻസ് ഡ്രൈവർ എങ്ങനെയാണ്, അവര് അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ നോൺ അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ ഒന്നും നോക്കില്ല അല്ലെ, അവരെല്ലാ കണ്ടീഷനുള്ള സിറ്റുവേഷൻസും അക്സെപ്റ്റ് ചെയ്യും. അതിനെല്ലാ പേഷ്യൻസിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ അസിസ്റ്റൻസ് ആണെന്നാ പറയുന്നത്, their job is to help to technician അല്ലെങ്കിൽ പാരാമെഡിക്. ടെക്നീഷ്യൻ ആൻഡ് പാരാമെഡിക്സ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ഇനി വരുന്നുണ്ട്. അപ്പൊ ടെക്നീഷ്യൻസിനെയും പാരാമെഡിക്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുന്ന ജോലിയാണ് ആരുടെ ജോലി, എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ജോലി, സഹായിയാണ് അവരുടെ. ഓക്കെ, നോക്കിയേ, ടെക്നീഷ്യന്റെയും പാരാമെഡിക്സിനെയൊക്കെ സഹായിക്കുക അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റന്റ് ചെയ്യുക എന്നുള്ളതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ജോലി. They are working with carry out their duties. അപ്പൊ ഈ ടെക്നീഷ്യനും പാരാമെഡിക്സും ഒക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അവരുടെ വർക്കുകളിൽ സഹായിക്കുന്നു. such as making up medications. ഇപ്പൊ പോകുന്ന വഴിക്ക് ആ പേഷ്യന്റിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ സെറ്റിംഗ് അപ്പ് ഫ്ലൂയിഡ്സ്, അവർക്ക് എന്തെങ്കിലും ഡ്രിപ്പ് പോലെയുള്ളവർക്ക് ഇടുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തമ്മിൽ മിക്സ് ചെയ്തൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബട്ട് നോട്ട് അറ്റാച്ച്. ഇപ്പൊ ഡ്രിപ്പ് ഒക്കെ ആണെങ്കിലും ഇവരത് സെറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ പാരാമെഡിക്സ് ആയിരിക്കും. ഇവർ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ജോലി. or doing simple observation. അതുപോലെ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് അവരെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആരുടെ, എമർജൻസി കെയർ അസിസ്റ്റന്റ്. അപ്പൊ ആ ഒരു കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് ആരുടെ അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ആരുടെ സഹായികളാണ്, അവിടെയുള്ള എമർജൻസി ടെക്നീഷ്യൻസിന്റെയും പാരാമെഡിക്സിന്റെ ഒക്കെ ചെയ്യുന്ന വർക്കുകളിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നവരാണ് എമർജൻസി കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അവരെന്ത് ചെയ്യില്ല, ആ ഒരു അറ്റാച്ച് ചെയ്ത് ആ പേഷ്യന്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കില്ല, മറിച്ച് എല്ലാ സജ്ജീകരണം ഉറപ്പാക്കി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി. അല്ലെങ്കിലോ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻസ് ആ രോഗിയെ എന്ത് ചെയ്യുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ചെറിയ രീതിയിലുള്ള അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് എമർജൻസി കെയർ അസിസ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിഫ്ത് വൺ ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇവിടെ വരുമ്പോ നേരെ ആയി വ്യത്യാസം വരും. ഇവിടെ ആരാ വന്നേ, ടെക്നീഷ്യൻ ആയി അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചത് ആരായിരുന്നു, എമർജൻസി കെയർ അസിസ്റ്റന്റ് ആയിരുന്നു, സഹായിയായിരുന്നു. ഇവിടെ വന്നപ്പോ അത് ആരായി മാറി, മെഡിക്കൽ ടെക്നീഷ്യൻ ആയി മാറി. ടെക്നീഷ്യൻ ആവുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, അവർ കുറച്ചുകൂടി സ്കിൽഡുള്ള ആളുകളായിരിക്കും ട്രെയിനിങ് അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. The technicians are generally able to do a wide range of emergency care skill, such as in your emergency medical technician ഒത്തിരി സ്കില്ലുള്ളവരായിരിക്കും, അതായത് ഒത്തിരി എമർജൻസി കെയറുകൾ കൊടുക്കാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ such as defibrillation. Defibrillation ഇനി പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? അതുപോലെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പൈനൽ കോഡിനെ നിശ്ചലമാക്കുക. അതായത് സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ വന്നവരാണെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പാടില്ല, മിനിമൈസ് ദ മൂവ്മെന്റ്. ആ സ്പൈനൽ കോഡിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിശ്ചലമാക്കുക. അപ്പൊ അങ്ങനെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി വന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഒട്ടും അവരെ അനക്കാതെ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതോ അതുപോലെ ഡീഫൈബ്രിലേഷൻ ചെയ്യേണ്ട കണ്ടീഷൻസ്
അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു. ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ട് വരും. അതുപോലെ സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. സസ്പെക്റ്റഡ് എന്ന് പറയുന്നത് സംശയാസ്പദമായിട്ടുള്ള ഫ്രാക്ചറുകള്, നമ്മുടെ പൊട്ടലുകളോ ഒടിവുകളോ ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കേസുകൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അധികം അനക്കാതേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ സപ്പോർട്ടീവ് ആയിട്ട്, ഇപ്പൊ നമുക്കറിയാം പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു, അപ്പൊ അവരുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ എങ്ങനെയാ കൊണ്ടുപോകേണ്ടത് അല്ലെ? നമുക്കൊരു സംശയമുള്ളൂ, അപ്പൊ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടി സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ഇപ്പൊ അവരുടെ കാലിനാണെങ്കിൽ അതിനെ ചുറ്റും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് അല്ലെ, അധികം അനക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്പ്ലിന്റിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പ്ലിന്റിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്ത് അനക്കാതെ, അങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുക, അവരെ അനക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ്. ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് ആവശ്യമായിട്ട്, മരുന്നുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിലോ ഓക്സിജൻ തെറാപ്പി ഒക്കെ വരുന്നുണ്ടെങ്കിലോ അതിനൊക്കെ എന്ത് ചെയ്യുക, സ്കിൽഡ് ഉള്ള ആളുകളായിരിക്കും emergency medical technician. Okay, then certain countries split this term into 2 levels. ചില കൺട്രീസില് ഈ ഒരു ടേമിനെ തന്നെ 2 ലെവലായിട്ട് ചെയ്യുന്നുണ്ട്. അതില് ഫസ്റ്റ് വൺ ആണ്, സച്ച് ആസ് യുഎസില് നമ്മുടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് പഠിക്കാൻ പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. EMT അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബേസിക് എന്നും എമർജൻസി EMT തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. EMI എന്നാണ് കിടക്കുന്നത്. അപ്പൊ EMT അതായത് EMT ഇന്റർമീഡിയറ്റ് എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ആ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ USA-ലാണെങ്കിൽ ഈ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെ 2 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താ, EMT ബേസിക് കാര്യങ്ങൾ ചെയ്യുന്നവർ EMT ബേസിക് എന്നോ ഇന്റർമീഡിയറ്റ് എന്നോ കുറച്ചും കൂടി സ്കില്ലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്കില്ലുള്ള ആളുകളെയാണ് EMT ഇന്റർമീഡിയറ്റ് എന്നും പറയുന്നത്. അപ്പൊ അത് 2 രീതിയിൽ ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന സ്കിൽഡ് ഉള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അവർക്ക് ഒത്തിരി റോൾ ഉണ്ട്, എമർജൻസി കെയർ കൊടുക്കുന്നതിൽ ഒത്തിരി സ്കില്ലുള്ള ആളുകളായിരിക്കും. ഡീഫൈബ്രിലേഷൻ കൊടുക്കാനും സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിനെ എന്ത് ചെയ്യുക, അനക്കാതെ മിനിമൈസ് ദ മൂവ്മെന്റ് ഓഫ് സ്പൈനൽ കോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്പൈനൽ കോഡിന്റെ ആ മൂവ്മെന്റിനൊക്കെ മിനിമൈസ് ചെയ്യാൻ കുറക്കുന്ന രീതിയിൽ നിശ്ചലമാക്കി കിടത്തി കൊണ്ടുപോകേണ്ട പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സംശയാസ്പദമായിട്ടുള്ള പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ട്, നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് കൊണ്ടുപോകുക. അതുപോലെ ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. മെഡിസിൻസ് ആവശ്യമായിട്ട് വരാണെങ്കിൽ അത് കൈ കൊടുക്കുക. അതുപോലെ ഓക്സിജൻ തെറാപ്പി വേണ്ടവർക്കാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്കിൽഡ് ഉള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ US-ല് ചില കൺട്രീസിൽ, ഇപ്പൊ US-ലെ കേസാണ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. US-ലാണെങ്കിൽ അവിടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെ 2 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് EMT ബേസിക് ലെവലിലുള്ള എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. രണ്ടാമത്തേത് EMT ഇന്റർമീഡിയറ്റ്, ഇത് കുറച്ചും കൂടി ക്വാളിഫിക്കേഷനും സ്കില്ലും ഉള്ള ആളാണ് EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. കിട്ടിയോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും. അവര് കുറച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, എന്തൊക്കെ അവർ പ്രധാനമായിട്ട് ചെയ്യുന്നുള്ളത്. കിട്ടിയോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് 6th വൺ ആണ് രജിസ്റ്റേർഡ് നേഴ്സ്.
നമുക്കറിയാലോ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ആൾ വന്നു, രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. അപ്പൊ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ സർട്ടൻ സിസ്റ്റം നഴ്സസ് ആർ ദ പ്രിൻസിപ്പൽ പ്രൊവൈഡേഴ്സ് ഓഫ് അഡ്വാൻസ്ഡ് ലെവൽ കെയർ ഓൺ ആംബുലൻസ്. പക്ഷെ എല്ലാ ആംബുലൻസിലും നമുക്ക് നേഴ്സിന്റെ സൗകര്യം ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതേസമയം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസുകളിലാണ് നമ്മുടെ നേഴ്സിന്റെ പ്രാധാന്യം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവല് കെയർ കൊടുക്കേണ്ട ആംബുലൻസുകൾ ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? പ്രധാനമായിട്ട് നമ്മുടെ അഡ്വാൻസ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസാ? ഏത് ടൈപ്പ് ആംബുലൻസാ? എമർജൻസി ആംബുലൻസ് ആണോ? ടൈപ്പ് ഡി അല്ലെ. ടൈപ്പ് ഡി അല്ലെ നമ്മൾ പറഞ്ഞത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഒക്കെ പറഞ്ഞില്ലേ, പഠിച്ചില്ലേ നമ്മള്? അതായത് കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് മറ്റൊരു പേര് കൂടി പറയും. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, കുറച്ചും കൂടി കെയർ കൊടുത്തു കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ആണല്ലോ. അപ്പൊ അവരെ നമുക്ക് അങ്ങനെ മറ്റു ടെക്നീഷ്യൻസോ കാര്യങ്ങളും ഉൾപ്പെടുത്താതെ അവർക്ക് കൂടുതലും പ്രാധാന്യം ചെയ്യുന്നത് ആരുടെ പ്രസൻസ് ആണ്? ആ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ പ്രസൻസ് തന്നെയാണ്. അപ്പൊ അവരുടെ കെയർ ഓഫ് അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ആംബുലൻസിൽ ആ പേഷ്യൻസിനെ കൊണ്ടുപോകുക. രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പൊ എല്ലാ ആംബുലൻസിലും നേഴ്സിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ആംബുലൻസുകളിലാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കുക. യൂഷ്വലി ഇൻ പ്ലേസ് ഓഫ് പാരാമെഡിക്സ്. അപ്പൊ മറ്റ് ഇതിലാണെങ്കിൽ പാരാമെഡിക്സ് അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവലുള്ള ആംബുലൻസുകളിൽ അവരുടെ സ്ഥാനത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിനെ ആയിരിക്കും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുക. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് അല്ലെ. അതുപോലെ തന്നെ നേഴ്സസ് എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്? ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. വളരെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും നേഴ്സസ് എന്ത് ചെയ്യാറുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ കെയറുകളും എല്ലാ സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തി വേണം അവരെ കൊണ്ടുപോകാനായിട്ട് അല്ലെ. അപ്പൊ അവർക്ക് ചെറിയ രീതിയിൽ പോലും ഒരു കുറവ് അവർ കെയറിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കിട്ടി അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്ന 7th വൺ ആണ് പാരാമെഡിക്. Paramedics this is a high level of medical training and often comprises of key skills not allowable for technicians such as cannulation. അപ്പൊ പാരാമെഡിക്സ് ഇപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ജോബ് ഉണ്ട് കേട്ടോ, ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ നമ്മുടെ ഈ പാരാമെഡിക്സ് എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അവരല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളവരാണ് ഈ പാരാമെഡിക്സ് പറയുന്നത്. ഡോക്ടർ നേഴ്സിന്റെ ഒക്കെ കീഴിൽ വരുന്നവർ. അപ്പൊ അവർക്ക് ആ ഡോക്ടർ നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, അവരുടെ നിർദ്ദേശപ്രകാരം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളുകളാണ് പാരാമെഡിക്സ്. അപ്പൊ ഈ പാരാമെഡിക്സും നമ്മുടെ ടെക്നീഷ്യൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരുടെ ചെയ്യുന്നവരുടെ ജോലി തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഡ്യൂട്ടി എന്തൊക്കെയാന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പാരാമെഡിക് നോക്കിയേ, ദിസ് ഇസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും പാരാമെഡിക് എന്ന് പറയുന്നത്. അപ്പൊ ഹൈ ലെവൽ കുറച്ചും കൂടി ലെവലിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓഫൻ കംപ്രൈസസ് ഓഫ് കീ സ്കിൽസ് നോട്ട് അലവബിൾ ഫോർ ടെക്നീഷ്യൻസ്. ടെക്നീഷ്യൻസിന് അനുവദനീയമല്ലാത്ത കാര്യങ്ങളും ചെയ്യാനായിട്ട് സ്കില്ലുള്ള ആളായിരിക്കും പാരാമെഡിക്സ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? such as cannulation. എന്താ cannulation? And with it in the ability to administer a range of drugs such as morphine. Cannulation ചെയ്യാൻ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു 2 ദിവസം ഒന്നോ 2 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് cannulation ചെയ്യാറില്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചെയ്യാറുണ്ടോ? എന്താ cannulation? ക്യാനുല അതായത് നമ്മുടെ ഇപ്പൊ മെഡിസിൻസ് ഒക്കെ നമ്മൾ ഡ്രിപ്സ് ഇടുന്ന കാര്യം തന്നെ നോക്കുക. ഇപ്പൊ ഒരു ക്ഷീണമായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവർ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, മരുന്നുകൾ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ഇടും അല്ലെ. അപ്പൊ ഡ്രിപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അവിടെ പ്ലേസ് ചെയ്യാറുണ്ടോ? ക്യാനുല വെച്ചിട്ട് ക്യാനുല ഇടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ആരും ഹോസ്പിറ്റലിൽ പോവാത്തവരാണോ? അതിന് മാത്രമേ പോയിട്ടുള്ളൂ.
നമ്മളിപ്പോ ചെയ്യാറില്ലേ, ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ക്യാനുല പ്ലേസ് ചെയ്ത് തരുന്നത്. അതായത് എവിടെയാണ് ഇപ്പൊ കയ്യിലാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും കയ്യിൽ തന്നെയല്ലേ ചെയ്യാറ്. അപ്പൊ പ്രധാനമായിട്ട് ആ കയ്യില് സ്പെസിഫിക് ആയിട്ടുള്ള ഞരമ്പ് വീണ് നോക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, ക്യാനുല പ്ലേസ് ചെയ്ത് ക്യാനുലേഷൻ ചെയ്യാറില്ലേ. അപ്പൊ അതുപോലെ അങ്ങനെ ക്യാനുലേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ മെഡിസിൻസ്, അതായത് ഒത്തിരി പ്രാവശ്യം അവരെ കുത്തുന്നതിന് പകരം അവർക്ക് ഇഞ്ചക്ഷൻ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ക്യാനുലയിലൂടെ എന്ത് ചെയ്യാം, അവർ അഡ്മിറ്റ് ആയി അവരുടെ ആ ഒരു തിരിച്ചു ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയം വരെ നമ്മുടെ ആ ഒരു കയ്യിൽ അത് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ മതി, ക്യാനുലേഷൻ ചെയ്താൽ മതി. അതിലൂടെ ആയിരിക്കും ബാക്കി എല്ലാ മരുന്നുകളും നമ്മുടെ ആ ഒരു ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ആ ഒരു ക്യാനുലയിലൂടെ ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് വെയിനിലേക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ക്യാനുലേഷൻസ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ സ്കില്ലുകൾ തമ്മിൽ വ്യത്യാസമില്ലേ. The ability to administer a range of drugs such as morphine. Morphine എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണെന്നറിയോ, വേദന സംഹാരികൾ അല്ലെ. വേദന സംഹാരികളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോർഫിൻസ് ഒക്കെ നൽകാനായിട്ട്, അങ്ങനെയുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ നൽകാനായിട്ട് കഴിവുള്ളവരായിരിക്കും ഈ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് ക്യാനുലേഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. അത് ചെയ്യാനായിട്ട് ആർക്ക് അനുവദനീയമല്ല, ടെക്നീഷ്യൻസ് ഇങ്ങനെയുള്ള ക്യാനുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് അനുവദനീയമല്ലാത്തവരാണ്. അപ്പൊ ടെക്നീഷ്യൻസിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി മെഡിക്കൽ ട്രെയിനിങ്ങുകൾ ലഭ്യമായിട്ടുള്ളവരായിരിക്കും പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അവർക്ക് ടെക്നീഷ്യൻസിനെ പോലെയുള്ള സ്കിൽ അല്ല ചെയ്യേണ്ടത്, അവർക്ക് ടെക്നീഷ്യന് പോലും അനുവദനീയമല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പാരാമെഡിക്സ് ചെയ്യേണ്ടത്. അതിലൊന്നാമത് പറഞ്ഞാണ് ക്യാനുലേഷൻ. അപ്പൊ അവിടെ വേദന സംഹാരികളായിട്ടുള്ള മോർഫിൻ പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് അവരുടെ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൽകാനായിട്ട് സഹായിക്കുന്നതിന് അതിന് കഴിവുള്ള ആളുകളാണ് പാരാമെഡിക്സ്. രണ്ടാമതായിട്ട് നമുക്ക് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. എന്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയിട്ട് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എയർവേ മാനേജ്മെന്റ്, അതെ, ട്രക്കിയോസ്റ്റോമി അല്ലെ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് ട്രക്കിയയിൽ കണക്ട് ചെയ്ത്, അതായത് ട്രക്കിയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ്, അത് ചിലപ്പോൾ ആ പേഷ്യന്റിന്റെ മൗത്തിലൂടെയോ നോസിലൂടെ ഒക്കെ നമുക്ക് ആ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതിലൂടെ അവരുടെ ആ ഒരു ഓപ്പൺ എയർവേ എന്ത് ചെയ്യാം, ഓക്സിജനോ എയറൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ലെൻസിലേക്ക്. അപ്പൊ ക്ലിയർ ആയിട്ട് ആ ഒരു എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പല കേസിലാവാം. ഇപ്പൊ എന്തെങ്കിലും മുഖത്ത് അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ഇഞ്ചുറി കിട്ടിയ ആളുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ഒക്കെ വോമിറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഫേഷ്യൽ മാസ്ക് ഒന്നും യൂസ് ചെയ്തുകൊണ്ട് ഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് എഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രക്കിയൽ ഇൻറ്റുബേഷൻ ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് കണക്ട് ചെയ്ത് ട്രക്കിയുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ആ ഒരു എയർവേ എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി വെക്കുന്നു. അപ്പൊ ഓപ്പൺ ആക്കുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ബ്രീത്ത് ചെയ്യാനായിട്ട്, എയർ പാസ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഓക്സിജൻ പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അതുപോലെ തന്നെ അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടോമി. എന്താണ് ക്രൈക്കോതൈറോട്ടോമി? കേട്ടിട്ടുണ്ടോ? ക്രൈക്കോതൈറോട്ടോമി ഇതൊക്കെ പുതിയതാവാൻ തോന്നുന്നു അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാന്നുള്ളത്, അതും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ബ്രീതിങ് ഡിഫിക്കൽറ്റി വരുന്ന പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ആ ഒരു എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടി നമ്മളൊരു ട്യൂബ്, ഫ്ലെക്സിബിൾ ട്യൂബ് കണക്ട് ചെയ്ത്, ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്ന ഫ്ലെക്സിബിൾ ട്യൂബ് കണക്ട് ചെയ്ത് ആ ഒരു എയർവേ ഓപ്പൺ ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെയുള്ള ട്രക്കിയൽ ഇൻറ്റുബേഷനോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് പോലെയുള്ളവ ഘടിപ്പിച്ചിട്ടൊന്നും അതൊക്കെ ഫെയിലായി പോകുന്ന പേഷ്യൻസ്, അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അവരുടെ ആ ഒരു ബ്രീതിങ് പാസ്, ആ ഒരു എയർവേ ക്ലിയർ ആക്കാൻ പറ്റാതെ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡുകളൊക്കെ ഫെയിലായി പോകുന്ന കണ്ടീഷനിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇതിലും ഒരു ട്യൂബ് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷെ പ്ലേസ് വ്യത്യാസമുണ്ട്. ഇത് നെക്കിലാണ്, അതായത് നെക്ക് നമ്മുടെ കഴുത്തുണ്ടല്ലോ, അപ്പൊ ആ നെക്കില് നമ്മുടെ തൈറോയിഡ്, നമ്മുടെ ആ ഒരു തൈറോയിഡിന്റെ മെംബ്രെയിൻ, തൈറോയിഡ് മെംബ്രെയിനിലൂടെ ആണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഒരു മെഷീൻ
ഇൻസേർട്ട് ചെയ്യുന്നത്, ആ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ക്രൈക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞത്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ക്രൈക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നെക്കിലൂടെ നമ്മുടെ ആ ഒരു എന്ത് ചെയ്യുന്നു, എയർവേ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മുടെ നെക്ക് ടിഷ്യൂസിലൂടെ അവരെന്ത് ചെയ്യുന്നു, ട്രക്കിയിലേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ട്രക്കിയ, നമ്മുടെ ട്രക്കിയിലൂടെ അല്ലാതെ അവർ നെക്കിലൂടെ എന്ത് ചെയ്യുന്നു, ലെൻസിലേക്ക് അങ്ങനെയുള്ള എയർവേ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഉപയോഗിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്കിപ്പോ കഫമൊക്കെ അടഞ്ഞിരിക്കുന്ന ഒരു ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചിലവർക്ക് അങ്ങനെയല്ലേ, പ്രായമായവരാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, കഫമൊക്കെ വന്നടഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ കഫമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇതിലൂടെ ഓപ്പണിങ്ങിലൂടെ നമുക്ക് വലിച്ചെടുത്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ ആ ഒരു ഓപ്പൺ എയർവേ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കാര്യങ്ങൾ എയറൊക്കെ നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടോമി. ആ ക്രൈക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മള് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ചെയ്യുന്നത്. ആദ്യം നോർമൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ആദ്യം ഫേസ് മാസ്കിന്റെ ഘടിപ്പിച്ചുകൊണ്ടുള്ള എയർവേ കൊടുക്കും. അതേസമയം അത് പറ്റാത്ത വരുന്നവർക്ക് നമ്മുടെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ വഴി കൊടുക്കും. അതായത് ട്യൂബ് കണക്ട് ചെയ്ത് ട്രക്കിയലോട്ട് കണക്ട് ചെയ്ത് ആ ഓപ്പൺ ആയിട്ട് എയർവേ ഓപ്പൺ ആക്കി വെക്കും. ഓക്സിജൻ പോലുള്ള എയർ നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്ത് കൊടുക്കും. ഇനി മൂന്നാമത് ഈ രണ്ട് ഓപ്ഷനും ഫെയിൽ ആയി പോകുന്ന പേഷ്യൻസിനാണ് നമ്മൾ ക്രൈക്കോതൈറോട്ടോമി കൊടുക്കുന്നത്. അത് നെക്കിലാണ് ചെയ്യുന്നത്. നെക്കിലൂടെ ഒരു ട്യൂബ്, ഇതുപോലുള്ള ഒരു ട്യൂബ് തന്നെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എയർവേസ് ക്ലിയർ ആക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള എയർ, ഓക്സിജനും അതുപോലുള്ള ആവശ്യമായിട്ടുള്ള എയർവേസ് പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിലൂടെ നമുക്കിപ്പോ കഫോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു കളയാനായിട്ട് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയുള്ള ട്രക്കിയൽ ഇൻറ്റുബേഷൻ, അതുപോലെ ക്രൈക്കോതൈറോട്ടോമി ഒക്കെ ചെയ്യുന്ന, അതുപോലെ കാനുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ടെക്നീഷ്യൻസിന്റെ കൂടെ ഉള്ളവരല്ല, ടെക്നീഷ്യൻസിനേക്കാൾ അപ്പുറം, അവർ ടെക്നീഷ്യൻസിന് പോലും അനുവാദമല്ലാത്ത സ്കില്ലുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് പാരാമെഡിക്സ്. ക്ലിയർ ആയോ? പാരാമെഡിക്സ് ക്ലിയർ ആയോ? ഓരോരുത്തരുടെയും ജോബ് തമ്മിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ വ്യത്യാസങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഡൗട്ട് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഈ എമർജൻസി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ വരും, എമർജൻസി കെയർ അസിസ്റ്റന്റ് വരും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വരും. ആ മൂന്ന് ടേം തമ്മിലാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോകാനായിട്ടുള്ള സാധ്യത. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് വെച്ച് അല്ലെങ്കിൽ ഷോർട്ട് വേർഡ് വെച്ചോ എന്തെങ്കിലും ഒന്ന് കോഡ് ചെയ്തൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് മാറിപ്പോവുകയില്ല. അപ്പൊ നോക്കി നെക്സ്റ്റ് വൺ, എമർജൻസി കെയർ പ്രാക്ടീഷണർ. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് നോക്കാറില്ലേ? ഇപ്പൊ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാക്ടീസ് ചെയ്യാൻ ആരുടെങ്കിലും കീഴിൽ ട്രെയിനിങ്ങുകൾ കിട്ടുക. കൂടുതൽ നമ്മൾ ട്രെയിനിങ്ങുകൾ എടുക്കുന്നവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം പ്രാക്ടീഷണർ എന്നൊക്കെ പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെയും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താ, ദിസ് പൊസിഷൻ ഈസ് ഔട്ട്ലൈൻ ടു ബ്രിഡ്ജ് ദ ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് ദ കെയർ ഓഫ് ജനറൽ പ്രാക്ടീഷണർ. നമ്മുടെ ജനറൽ പ്രാക്ടീഷണർ ആരാണ്? ഒരു മെഡിക്കൽ, എന്താണ്, ഒരു ഡോക്ടർ അല്ലെ, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ അല്ലെ? നമ്മുടെ ജനറൽ ആയിട്ടുള്ള പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെ? അപ്പൊ അവരുമായി ബന്ധപ്പെട്ടും അവരുടെയും അതുപോലെ ഒരു ആംബുലൻസിൽ കൊടുക്കുന്ന മെഡിക്കൽ കെയർ കൊടുക്കുന്ന ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഇടയിൽ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ആയിരിക്കും. അവർ ഓൾറെഡി ആരാണ്? എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ്. അത് കൂടാതെ ഹു ഹാവ് ഗോൺ ത്രൂ ഫർദർ ട്രെയിനിങ്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണെങ്കിൽ കൂടി അവര് പിന്നെയും എന്താണ്, ഫർദർ ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ പാരാമെഡിക്സ് തന്നെയാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു നോർമൽ പാരാമെഡിക്സിൽ കൂടാതെ അവർ കുറച്ചുകൂടി ട്രെയിനിങ്ങുകൾ എന്ത് ചെയ്യും, അവര് കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് അവരുടെ പൊസിഷന്റെ ലെവൽ മാറിയില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പൊ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കും കൂടുതൽ ട്രെയിനിങ്ങുകൾ കിട്ടിയ ആളാണ്. അപ്പൊ നോർമൽ ഒരു എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക്സ് ആണെങ്കിൽ കൂടി അവർ കുറച്ചുകൂടി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ളവരായതുകൊണ്ടാണ് അവരെ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് വിളിക്കുന്നത്.
ആവുന്നുണ്ടോ? ആൻഡ് ആർ ട്രെയിൻ ടു ഡിക്റ്റേറ്റ് മെഡിസിൻസ് ഫോർ ലോങ്ങർ പീരിയഡ് കെയർ. അതായത് ഒത്തിരി പീരിയഡ് ഓഫ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിസിൻസ്, അതായത് ആന്റിബയോട്ടിക്സ്, ആസ് വെൽ ആസ് ബീങ് ട്രെയിൻഡ് ഇൻ എ റേഞ്ച് ഓഫ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതായത് കൂടുതലായിട്ട് അവർക്ക് എന്തെങ്കിലും രോഗനിർണയം നടത്തേണ്ടതായിട്ട് വരികയാണെങ്കിലോ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിലോ അതിനൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യും, അതായത് ഡോക്ടറുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡോക്ടറുടേതായ രീതിയിൽ ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ട്രെയിനിങ്ങുകൾ അവർ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ആ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് തന്നെ ജനറൽ പ്രാക്ടീഷണർ, ഒരു ഡോക്ടർ, ഫിസിഷ്യൻ ഉണ്ടാവുമല്ലോ, ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് ആരെ കൊടുക്കാം? ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറെ കൊടുക്കാം. കാരണം അവരൊരു എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ്, എന്നാൽ പോലും അവർ ഒത്തിരി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവർ അതിനനുസരിച്ച് എന്താണ് കുറച്ചും കൂടി നോളജ് ഉള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഓരോ മരുന്നുകൾ, അതായത് ആന്റിബയോട്ടിക്സ്, ഏതൊക്കെ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള ടെക്നിക്സിനൊക്കെ അവർ സ്കില്ലുള്ളവരായിരിക്കും ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എപ്പോഴും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്നുള്ള പേര് കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒത്തിരി കൂടുതൽ ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുള്ള പാരാമെഡിക്സ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ അവർക്ക് എന്താണ് ലോങ്ങർ പീരീഡിൽ കെയർ കൊടുക്കേണ്ട രീതിയിലുള്ള മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ് പോലെയുള്ളവ ഏതൊക്കെയാണ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, ഒരു രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു രോഗനിർണയം നടത്തേണ്ടത്, അത് കൃത്യമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ആ ഒരു ഡോക്ടറുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അത് അവരുടെ ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർക്ക്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എമർജൻസി കെയർ പ്രാക്ടീഷണർ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് രണ്ടെണ്ണം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് നെക്സ്റ്റ് 9th വൺ ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യന്റെ അസിസ്റ്റന്റ് അല്ലെ, നമ്മൾ PA എന്നൊക്കെ പറയല്ലോ. അതുപോലെ അതായത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആൻഡ് ആർ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ്സ് ഇൻ സം കൺട്രീസ്. ഇത് നമ്മുടെ നാടുകളിലല്ല, കുറച്ചും കൂടി യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് കൂടുതലും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ യൂസ് വരുന്നത്. അവരെ മറ്റു കൺട്രിയിൽ, ചില കൺട്രീസിൽ അവർ എന്ത് വിളിക്കാറുണ്ട്? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് വിളിക്കാറുണ്ട്. Then PAs mirror the practice of a physician and are able to provide the range of medical skills a physician provides. അപ്പൊ ഈ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിഷ്യൻ ഇല്ലേ, നമ്മുടെ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ തൊട്ട് കീഴിൽ വരുന്നവര് തന്നെയാണ്. അതായത് അവർ ചെയ്യുന്ന പോലുള്ള എല്ലാ, ഫിസിഷ്യൻ ചെയ്യുന്ന പോലുള്ള എല്ലാ മെഡിക്കൽ സ്കിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആംബുലൻസുകൾ, അഡ്വാൻസ് ലെവലായിട്ടുള്ള ആംബുലൻസുകളൊക്കെ ഫിസിഷ്യന്റെ സഹായം ഇല്ലെങ്കിൽ പോലും നമ്മുടെ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ ഉൾപ്പെടുത്താം. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെയുള്ള എല്ലാ മെഡിക്കൽ സ്കിൽഡും ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി വർക്കിംഗ് ഡിസോസിയേഷൻ വിത്ത് എ ഫിസിഷ്യൻ. അപ്പൊ അവർ ഫിസിഷ്യനുമായിട്ട് ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുള്ള അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് സഹകരിച്ചല്ല അവരെന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഡിസോസിയേഷൻ വേർപിരിഞ്ഞ് നിൽക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടുപേരും എന്താണ്? രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും, ഒരുമിച്ച് നിന്നല്ല. നമ്മള് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ? ഫിസിഷ്യൻസിന് തൊട്ട് നിന്ന് സഹായിച്ചു കൊടുക്കുന്നതാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് നിന്നല്ല വർക്ക് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ. അതായത് നമ്മുടെ ആംബുലൻസിന്റെ ഉള്ളിൽ നമ്മുടെ ഫിസിഷ്യൻസിന് വേണ്ടാത്ത സമയം, ഫിസിഷ്യൻസിന് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമായില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ ഡോക്ടർ ചെയ്യുന്ന അതേ കാര്യങ്ങളെല്ലാം ആര് ചെയ്തു കൊടുക്കും? ഫിസിഷ്യൻ അസിസ്റ്റന്റ് ചെയ്തു കൊടുക്കും. നമ്മുടെ നാടുകളിലല്ല, കുറച്ച് യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഈ ഒരു സേവനം കൂടുതലായിട്ടും ഉള്ളത്. ക്ലിയർ ആയോ?
എന്താണ് though in an ambulance environment this may not be possible, instant advanced direction or electronic communication available to PAs to consult with physicians when needed. ഇനി ഈ സംഭവം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ PAക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ഡയറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ഫിസിഷ്യനിൽ നിന്നും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ അവരുമായിട്ട് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മുടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് നമ്മുടെ നാടുകളിലല്ല കൂടുതലായിട്ട് ആംബുലൻസിൽ കാണുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ് ഇവരുടെ സേവനം പ്രധാനമായിട്ടും ഉള്ളത്. ചില കൺട്രികളിൽ ഇവരെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അതുപോലെ ഈ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിഷ്യൻസ് ചെയ്യുന്ന എല്ലാ ജോലികളും എല്ലാ മെഡിക്കൽ സ്കില്ലും ഉള്ളവർ തന്നെയായിരിക്കും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നവരും. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സഹായിക്കാൻ ഫിസിഷ്യനെ സഹായിക്കുന്നവരാണല്ലേ നമ്മൾ വിചാരിക്കുക. അതേസമയം ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്ടർ ചെയ്യുന്ന പോലുള്ള എല്ലാ സേവനങ്ങളും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ചെയ്യും. ഇനി ഫിസിഷ്യനും ഇവരും തമ്മിൽ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. മറിച്ച് എങ്ങനെയാണ്? ഇവര് ആംബുലൻസിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആവശ്യകതകൾ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ ഇവർക്ക് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ഫിസിഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ഫിസിഷ്യൻ അല്ലെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ആരാണ്? നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെ. നമ്മുടെ ഡോക്ടേഴ്സ് തന്നെയാണ്. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ്. ഈ ആംബുലൻസിലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ആംബുലൻസിലൊന്നും ഡോക്ടേഴ്സ് ഉണ്ടാവില്ലല്ലോ. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസുകൾ യൂണിറ്റുകളിലാണ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. മോസ്റ്റ് നോട്ടബിലി ദ എയർ ആംബുലൻസസ് അല്ലെ. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഏതിലാണ്? എയർ ആംബുലൻസുകളിലാണ്. With full range of additional skills such as use of prescription medicines. അല്ലെ, മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതെന്ത് കുറിപ്പടി കൊടുക്കാനായിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ലേ ഡോക്ടേഴ്സ്. അതുപോലെയുള്ള എല്ലാ അഡീഷണൽ സ്കിൽസും എല്ലാ രീതിയിലുമുള്ള സ്കിൽസും ഉള്ളവരായിരിക്കും ആരെന്ന് പറയുന്നത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഏത് സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസുകളിൽ മാത്രമാണ് അവരുണ്ടായിരിക്കുക, അവരുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക അല്ലെ. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മറ്റു രീതിയിലുള്ള ആംബുലൻസുകളൊന്നും അവർക്ക് പ്രസൻസ് ഉണ്ടാവാറില്ല. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നേഴ്സ്, അതുപോലെ ടെക്നീഷ്യൻ, പാരാമെഡിക്സ് ഒക്കെ തന്നെയാണ്. അതേസമയം എയർ ആംബുലൻസിന്റെ എക്സാമ്പിൾ ഏതാ? 2 എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എയർ ആംബുലൻസിന്റെ മറന്നുപോയോ നോക്കട്ടെ. ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റുകളൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ എയർ ആംബുലൻസ് ആണ്. അപ്പൊ നമുക്കറിയാലോ എയർ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ആ ഒരു എയർ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് വിചാരിക്കാം. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇത് ആലോചിച്ച് നോക്കി. അവർ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, മറ്റൊരു അതിന്റെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? നമ്മുടെ ബസ്സിലൊക്കെ പോകുന്ന പോലെ ഇല്ലല്ലോ. അപ്പൊ അവർ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് അടുത്ത ലൊക്കേഷൻ, അവർ ആ ഒരു എക്സിറ്റ് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലല്ലേ അവർക്ക് അടുത്ത സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരെ കൊണ്ടുപോകുന്ന യാത്രാ മധ്യേ ഈ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എമർജൻസി എയർ ആംബുലൻസുകളിൽ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള എയർ ആംബുലൻസുകളിലാണ് നമ്മുടെ ഫിസിഷ്യൻസിന്റെ സാന്നിധ്യം ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലിയർ ആയോ? നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് നെക്സ്റ്റ് അല്ലെ ഒത്തിരി ചിലപ്പോ 1-2 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരെ ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ വരുത്താനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ആ പോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും? ആ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രസൻസോട് കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഫിസിഷ്യൻസ് പറഞ്ഞ ഇതിലാണ് കൂടുതലായിട്ടും ഫിസിഷ്യൻസിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രസൻസ് ഉള്ളത് എയർ ആംബുലൻസുകളിൽ. ഇത്രയും നമ്മുടെ 10 ടൈപ്പ് 10 ക്രൂ മെമ്പേഴ്സും അവരുടെ ഡ്യൂട്ടിയാണ് പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആവാണ് ആംബുലൻസ് സർവീസ്.
ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പറഞ്ഞോ കേട്ടാ. ഫസ്റ്റ് റെസ്പോണ്ടർ എന്താ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആരുടെയാ? ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്ന അല്ലെ, CPR, അതുപോലെ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഏർലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അതായത് ഏതൊരു സംഭവം നടന്നാലും ആ സംഭവ സ്ഥലത്തേക്ക് ആദ്യമായി എത്തുന്ന വ്യക്തി. അവർ കൊടുക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ, പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ആരുമാവാം അല്ലെ, ഏതെങ്കിലും പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആളാവാം, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ആംബുലൻസ് സർവീസിന്റെ കൂടെ വരുന്ന വ്യക്തിയാവാം. ഇവരെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയാം. രണ്ടാമതായിട്ട് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ഡ്യൂട്ടി. അത് കൂടാതെ എന്ത് ചെയ്യണം? അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് കിട്ടിയിരിക്കണം? റേഡിയോ, ചൊവ്വ റേഡിയോ ഒക്കെ യൂസ് ചെയ്യും, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ചൊവ്വ റേഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ ട്രെയിനിങ് ലഭ്യമായിരിക്കണം. അതുപോലെ ആംബുലൻസിന്റെ ഉള്ളില് മെഡിക്കൽ സപ്ലൈ, മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അറിവും അവർക്കുണ്ടായിരിക്കണം. തേർഡ് വൺ വരുമ്പോൾ നോൺ എമർജൻസി അറ്റൻഡർ ആണ്. ഇത് എമർജൻസി ഉള്ള പേഷ്യൻസിനെ ഒന്നുമല്ല കൊണ്ടുവന്നത്. അതേസമയം സ്ട്രക്ചറിലോ വീൽ ചെയറിലോ ഒക്കെ കിടക്കുന്ന നോൺ എമർജൻസി കേസിലുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നോൺ എമർജൻസി അറ്റൻഡിന് ഉള്ളത്. അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ, അതായത് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് മറ്റാരും അവൈലബിൾ അല്ല എങ്കിൽ മാത്രം അവരോട് എന്ത് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്? ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ അല്ലാത്ത കേസുകളിൽ ഏതാണ്? ടെക്നീഷ്യന്റെയോ പാരാമെഡിക്കിന്റെയോ ഒക്കെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറയാണെങ്കിലും ചെറിയ രീതിയിൽ അവർ ചെയ്തു കൊടുക്കേണ്ടി വരാറുണ്ട്. അല്ലാത്ത കേസുകളിലൊന്നും അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാറില്ല, ഇങ്ങനെയുള്ള എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് വരാറില്ല. നെക്സ്റ്റ് ഫോർത്ത് ആവുമ്പോൾ എമർജൻസി കെയർ അസിസ്റ്റന്റുകളാണ് അല്ലെ. അവര് ടെക്നീഷ്യൻസിനെയും പാരാമെഡിക്സിനെയൊക്കെ സഹായിക്കുന്ന, അവരുടെ വർക്കുകളിൽ സഹായിക്കുന്നവരാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവർ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്നു, ഫ്ലൂയിഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ സിമ്പിൾ ആയിട്ട് അവരുടെ പേഷ്യന്റിനെ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്നവരാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ. ഇനി എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ളവരായി അല്ലെ. അവരെന്തൊക്കെ സ്കില്ലുള്ളവരാണ്? ഡീഫൈബ്രിലേഷൻ ചെയ്യാനായിട്ട്, സ്പൈനൽ ഇമ്മൊബിലേഷൻ അല്ലെ, സ്പൈനൽ കോഡില് എന്തെങ്കിലും രോഗങ്ങൾ പറ്റിയവരാണെങ്കിൽ ആ സ്പൈനൽ കോഡ് എന്ത് ചെയ്യാം? അധികം മൂവ്മെന്റ് ഒന്നും ചെയ്യാതെ രീതിയിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് വരുന്ന കണ്ടീഷനിലുള്ളവരെ കെയർ ചെയ്യുക, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ സസ്പെക്റ്റഡ്, അതായത് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പൊട്ടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഓക്സിജൻ തെറാപ്പി, മറ്റ് മെഡിസിൻസ് ഒക്കെ കൊടുക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്കിൽഡ് ആയിട്ടുള്ളവരാണ്, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ളവരാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. സിക്സ്ത് വണ്ണാണ് രജിസ്റ്റേർഡ് നഴ്സിംഗിന് വേണ്ടിയിട്ടാണ് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസിൽ കാണുന്ന പേഷ്യൻസ് ആണ് രജിസ്റ്റേർഡ്. പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ കെയറുമായി ബന്ധപ്പെട്ട് കാണുന്ന ആളുകളാണ് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത്. അവര് ക്രിട്ടിക്കൽ കെയറിലുള്ള അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് നഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവുന്നത്. പാരാമെഡിക്സ് ആവുമ്പോഴാണ് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അവർ ചെയ്യേണ്ടത്, അതായത് ടെക്നീഷ്യൻസിന് പോലും അനുവാദമല്ലാത്ത രീതിയിലുള്ള കാനുലേഷൻസ്, ലെമോസിൻ പോലെയുള്ള വേദന സംഹാരികൾ നൽകാനായിട്ട് കാനുലേഷൻ ചെയ്യേണ്ടി വരും. ട്രക്കിയൽ ഇൻറ്റുബേഷൻസ്, എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് ട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ചിട്ട് അവരുടെ എയർവേ ഓപ്പൺ ആക്കുന്ന മെത്തേഡ്, ഇതൊക്കെ ഫെയിൽ ആയി പോകുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയാൻ നെക്കിലൂടെയുള്ള ആ എയർവേ പാസേജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് സ്കിൽഡ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ എന്താ? ഇവരൊരു എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക്സ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി ഫർദർ ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. അവര് ഒരു ആന്റിബയോട്ടിക് പോലെയുള്ള ലോങ്ങർ പീരീഡ് കെയർ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ എന്താണ് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ നിർണ്ണയിക്കാനായിട്ട്, അതുപോലെ ഡയഗ്നോസിക് ടെക്നിക്ക്, ഓരോ രോഗാവസ്ഥ എന്താണ് രോഗനിർണ്ണയം നടത്താനൊക്കെ അഡീഷണൽ ആയിട്ടുള്ള സ്കില്ല് ലഭിച്ച അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്.
നയൻത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻസിനെ പോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള മെഡിക്കൽ സ്കിൽസും ഉള്ളവരായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റ്. നമ്മുടെ യൂറോപ്യൻ കൺട്രി പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഇവരുടെ സാന്നിധ്യമുള്ളത്, ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അവരെന്താണ് ആ ഒരു ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡോക്ടർ പേഷ്യന്റിന്റെ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ രീതിയിലുമുള്ള ഡോക്ടർ കൊടുക്കുന്ന പോലെയുള്ള എല്ലാ രീതിയിലുമുള്ള മെഡിക്കൽ സ്കില്ല് കൊടുക്കും, മെഡിക്കൽ കണ്ടീഷൻസ് കെയർ കൊടുക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വരുന്ന ഒരു ആവശ്യകത വരുന്നതാണെങ്കിൽ മാത്രം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ഫിസിഷ്യനുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യും. അല്ലാതെ ഒരുമിച്ച് ഇവര് വർക്ക് ചെയ്തുകൊണ്ടല്ല നിൽക്കുന്നത്. ലാസ്റ്റ് 10th വരുന്നപ്പോ ഫിസിഷ്യൻസ് വരുന്ന ആരാണ്? ഡോക്ടേഴ്സ് അല്ലെ. അവര് എയർ ആംബുലൻസ് പോലെയുള്ള ആംബുലൻസുകളിലാണ് ഫിസിഷ്യന്റെ സേവനം ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ളത്. ക്ലിയർ ആയോ? ആ 10 കംപ്ലീറ്റ് ആയി. നമ്മുടെ ആ 10 ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കേട്ടോ. അശ്വതി മിസ് ഇന്ന് ലീവാണ്. അപ്പൊ ഞാൻ തന്നെ നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. അപ്പൊ അതിന് മുൻപ് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ICU എടുത്തതാണോ? ഒന്ന് ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞേ. ICU എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ICU ആണ് എടുത്തു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബ്രേക്ക് എടുത്തോ. 35 ആയില്ലേ, 40 ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീവ് ചെയ്ത് പോവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിന്റെ എഴുതാം. അത് കഴിഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ക്ലിയർ ആയ നമുക്കങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. നോട്ട്സ് എടുത്തേ. നിങ്ങൾ പഠിച്ചതിലും ഇത്രയും പഠിച്ച ചാപ്റ്ററിലും ഞാൻ പഠിപ്പിച്ച ഇത്രയും ചാപ്റ്ററിലും ഒരു ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുന്നത് ഇതായിരിക്കും അല്ലെ. ഇച്ചിരി ലെങ്തി ആണെന്ന് അറിയാം, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതിയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ട്സ് എടുത്തോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the term ambulance, the term ambulance, the term ambulance comes from the Latin word. The term ambulance comes from the Latin word, comes from the Latin word dash. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. ഏതാണ് ലാറ്റിൻ വേർഡ്? വെരി ഗുഡ്, ആംബുലെയർ അല്ലേ? AMBULARE, ആംബുലെയർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാത്തവരുണ്ടെങ്കിൽ ഇതോടൊപ്പം ഒന്ന് എഴുതി പോണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the most usual mode of ambulance, the most usual mode of ambulance, the most usual mode of ambulance which gives care to patients, which gives care to patients, which gives care to patients, which gives care to patients with a critical illness or injury. With a critical illness or injury. Second question onodi parayam. The most usual mode of ambulance which gives care to patients with a critical illness or injury. Critical illness or injury. എന്താ ആൻസർ? എന്താ? The most usual എമർജൻസി ആംബുലൻസ് അല്ലെ? വെരി ഗുഡ്, എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസിലല്ലേ ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഇൽനെസ് വേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ ഏറ്റവും യൂഷ്വൽ ആയിട്ട് നമ്മൾ അല്ലെ സാധാരണയായിട്ട് കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, expand EMS. Capital letters ലേതാട്ടോ. Expand EMS. Expand EMS. Expand EMS. Expand EMS. എന്താ EMSന്റെ expanded form? വെരി ഗുഡ്, എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെ? എമർജൻസി മെഡിക്കൽ സർവീസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണം. The term ambulance, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. ആൻസർ എന്തായിരുന്നു? ആംബുലെയർ അല്ലെ? AMBULARE. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് അല്ലേ? ഫോർത്ത് വൺ അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following type of ambulance
Which of the following type of ambulance? Which of the following type of ambulance? Which of the following type of ambulance is used to transport? Is used to transport? Which of the following type of ambulance is used to transport? Is used to transport a great number of patients. A great number of patients. Which of the following type of ambulance is used to transport a great number of patients? Which of the following type of ambulance is used to transport a great number of patients? ഏതാണ്? വെരി ഗുഡ്. ആംബുലൻസ് ബസ് അല്ലെ? ആംബുലൻസ് ബസ് ആണ്. ഓക്കെ, ആംബുലൻസ് ബസ്. ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടാ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഓപ്ഷൻസ് ഉണ്ടാവണ്ട, അത് ഓപ്ഷൻസ് എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അത് അറിയാം, ആൻസർ അറിയാമെങ്കിൽ ആൻസർ മാത്രമേ എഴുതി വെച്ചു, അതുകൊണ്ട് ഓപ്ഷൻ പറയാത്ത കേട്ടാ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ്, in which of the following ambulance is used to extremely overweight? Is used to extremely overweight patients. Which of the ambulance is used to extremely overweight patients, equipped with the proper tools? Equipped with the proper tools, equipped with the proper tools to move and manage these patients. Equipped with the proper tools to move and manage these patients. To move and manage these patients. Question only parayam. In which of the following ambulance is used to extremely overweight patients, equipped with the proper tools to move and manage these patients? To move and manage these patients. ഏതാണ്? ഏത് ആംബുലൻസാ? വെരി ഗുഡ്. ബാരിയാട്രിക് ആംബുലൻസ് അല്ലെ? ബാരിയാട്രിക് ആംബുലൻസ്. Bariatric ambulance. Okay, next question. Next question. Extremely overweight. കേട്ടോ? അതായത് ഒത്തിരി വണ്ണം കൂടിയ പേഷ്യൻസ്, വെയിറ്റ് കൂടിയ പേഷ്യൻസ്. Okay, 6th question. Overweight കഴിഞ്ഞോ? Patients equipped with extremely overweight patients equipped with the proper tools, equipped with the proper tools to move and manage these patients. To move and manage these patients. To move and manage these patients. കിട്ടിയോ തോയിബ? ആൻസർ എന്തായിരുന്നു? Bariatric ambulance. Bariatric ambulance. Okay. Next, 6th question. Psychiatric ambulance. Psychiatric ambulance committed to treat. Psychiatric ambulance committed to treat. Psychiatric ambulance. Functional type important ആണ് കേട്ടോ. ഇന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഫങ്ഷണൽ ടൈപ്പ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഫങ്ഷണൽ ടൈപ്പില് ഏതൊക്കെ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു നോക്കി വെച്ചിരിക്കുന്നു കേട്ടോ. നോക്കി, സൈക്യാട്രിക് ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് ഡാഷ്. Psychiatric ambulance committed to treat dash. Very good. Psychiatric emergencies. Psychiatric emergencies. Okay.
psychiatric ambulance committed to treat psychiatric emergencies. Next, seventh question. Based on the level of care, 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 road ambulance, based on the level of care, road ambulance classified into road ambulance classified into dash types. Based on the level of care, road ambulance classified into dash types. Very good. 4 types. ഏതൊക്കെയാ 4 type? Type A, Type B, Type C and Type D. അല്ലെ 4 ആയിട്ടാണ് based on the level of care അനുസരിച്ച് റോഡ് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലെ ആൻസർ ഏതാണ്? 4 അല്ലെ 4 types ആയിട്ടാണ്. Okay, 8th question. Next question. In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance comes under? In which of the following type of road ambulance comes under basic life support ambulance? Comes under basic life support ambulance. Basic life support ambulance. Question വായിക്കാം. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. Very good. Type C. അല്ലേ Type C ആണ് ആൻസർ. അതിനല്ലേ നമ്മൾ basic life support ambulance എന്ന് പറയുന്നത്. Okay, Type C ആണ് ആൻസർ. Okay, next question. 9th question. Advanced life support ambulance. Advanced life support ambulance. Advanced life support ambulance, also known as dash. Advanced life support ambulance, also known as dash. Advanced life support ambulance, also known as dash. എന്താ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് മറ്റൊരു പേര്? വെരി ഗുഡ്, കാർഡിയാക് കെയർ ആംബുലൻസ് അല്ലെ മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. ആൻസർ ചെയ്ത കാർഡിയാക് കെയർ ആംബുലൻസ്. Cardiac care ambulance. Okay, last question, 10th question. The machine used to keep a check on the heart rate of a person. A machine used to keep a check on the heart rate of a person. A check on the heart rate of a person. A machine used to keep a check on the heart rate of a person. The machine The machine used to keep. Very good. Defibrillator ആണോ? ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നത് ഏതാ? ECG അല്ലേ? ECG അല്ലേ? ഡീഫൈബ്രിലേറ്റർ എന്തിനു വേണ്ടിട്ടാ? ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ അല്ലെ, പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡീഫൈബ്രിലേറ്റർ മെഷീൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മുടെ അവിടെ തന്നെ ആ നോട്ടില് തന്നെ ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ECG നോക്കിയാൽ നിങ്ങൾ ആ ഒരു പോയിന്റ് എന്താണ് ചെക്ക് ചെയ്യാൻ അല്ലെ? ഹാർട്ട് റേറ്റ് ആ പേഴ്സൺസിന്റെ ആളുകളുടെ പേഷ്യന്റ് ആയിരിക്കണം എന്നില്ല അല്ലെ. അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലില് മറ്റെന്തെങ്കിലും ശ്വസ തടസ്സവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ ECG ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഹാർട്ട് റേറ്റ് ഒരു പേഴ്സന്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഒരു മെഷീനാണ് ECG കേട്ടോ.
ഓക്കെ, ഏതാണ് ഡൗട്ട്സ് ഉള്ളത്? 9th 8th ക്വസ്റ്റ്യൻ ആൻസർ ആണോ? ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്? ഇപ്പ 8th ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ഈസ് comes under basic life support ambulance? ഏത് ടൈപ്പാ വരുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പാ? ടൈപ്പ് സി. ഓക്കെ, ക്ലിയർ ആയോ? കിട്ടിയോ? ഓക്കെ, 9th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താ? കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ് എന്നാണ് ആൻസർ. 10th ക്വസ്റ്റ്യനോ? The machine, 10th question ആണ് പറയുന്നത്. The machine used to keep a check on the heart rate of a person. The machine used to keep a check on the heart rate of a person. ഏത് മെഷീൻ ആണ്? ECG. ക്ലിയർ ആയോ ഒരാളി? ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടിയോ? 10 ക്വസ്റ്റ്യൻസും. ഓക്കെ, നമ്മളിനി ഏതാണ് സന്ധ്യക്ക് കിട്ടാത്തത്? സന്ധ്യക്ക് ക്ലിയർ ആവാത്ത ഏതാണ്? 9th ആണോ? 9th എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഓൾസോ നോൺ ആസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എഴുതിയോ? Advanced life support ambulance also known as dash. Answer edo cardiac care ambulance. Cardiac care ambulance. 10th, the machine used to keep. The machine used to keep. The machine used to keep a check on the. The machine used to keep a check on the heart rate of a person. Check on the heart rate of a person. Heart rate of a person. Answer ECG. ECG. ക്ലിയർ ആയോ സന്ധ്യ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നിങ്ങക്ക് അശ്വതി മാം എടുത്തിട്ടില്ലല്ലോ? ICU എടുത്തിട്ടില്ലല്ലോ? ഓക്കെ, നിങ്ങളുടെ ഏതൊക്കെ ചാപ്റ്റർ എടുക്കാനുള്ളത്? ഇനി എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനി എടുക്കാനുണ്ട്? ആരെങ്കിലും അറിയോ? ആർക്കെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഒന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് പറയണേ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഇനി എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാതുണ്ട് അല്ലെ, ഇനി എടുക്കാത്തതുണ്ട് എന്നുള്ളത്. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് ഉണ്ട് അല്ലെ. ഓ, ഇൻപേഷ്യന്റ്. വെന്റിലേറ്റർ എടുത്തോ? ശരണ്യ മാം വെന്റിലേറ്റർ എടുത്തായിരുന്നു. മെഡിക്കൽ ടെർമിനോളജി എടുത്തോ? ഇല്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് എടുത്തു തരാൻ പോകുന്നത് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് നോക്കാം ICUല്. അത് നിങ്ങൾക്ക് ഇനി ടൈം കളയാനില്ല. നിങ്ങൾക്ക് മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടീച്ചേഴ്സ് ഇപ്പൊ എനിക്കല്ലേ കൂടുതൽ പീരീഡ് ഉള്ളത് ക്ലാസ്സിൽ. അപ്പൊ നമ്മള് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് എടുത്തു തരാം കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പൊ നോക്കി ICU എന്തൊക്കെയാ, ICUനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞേ. എന്താണ് ICUല് എന്തിനു വേണ്ടി? ICU എന്ന് പറഞ്ഞ പേര് കൊണ്ട് തന്നെ എന്താ പേര്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ICU എന്ന് ഷോർട്ട് ആക്കി നമ്മൾ വിളിക്കും. അപ്പൊ ICU അതിൽ ആ ഒരു ഫസ്റ്റ് പേരിൽ നിന്ന് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. ICUന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUല് പ്രവേശിപ്പിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം.
പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ ഗുരുതരാവസ്ഥയിൽ, അതായത് ആശുപത്രികള് നമ്മുടെ ആ ഒരു ഐസിയുവിന്റെ പേര് തന്നെ വെച്ച് നമുക്കറിയാം അല്ലെ, തീവ്ര പരിചരണ വിഭാഗം അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗം എന്നാണ് ഇതിന്റെ പേര് തന്നെ. അപ്പൊ നമുക്കറിയാം ആശുപത്രികള് അത്യാഹിത നിലയിൽ അല്ലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിൽ എത്തിയ പേഷ്യൻസിനെ പരിചരിക്കുന്നതിനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ റൂമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ എന്താണ് ICU എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കൂടിയ പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യുക, അവർ ICUയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് ICUവിനുള്ളിൽ വെച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ട്രെയിനിങ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കെയറുകളൊക്കെ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യൻസിനെ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ, ഹോസ്പിറ്റൽ ഏരിയ, പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഹോസ്പിറ്റൽ ഏരിയയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗം ICU എന്ന് പറയുന്നത്. നോക്കിയേ, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കി, ഇത് തന്നെയാണ് കേട്ടോ, ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ ICUവിനെ പറ്റിയോ. So, introduction: a unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അപ്പോൾ ചോദിക്കാറുണ്ട് ആ ഒരു ICU എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കട്ടോ. ആ യൂണിറ്റ് മുതൽ ആ ഒരു ലൈഫ് സപ്പോർട്ട് വരെയുള്ളത് നമ്മുടെ ആ ഒരു ICU എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും ചോദിക്കാറുണ്ട്, അത്രയും ആ ഒരു സെന്റൻസ് തന്നിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇന്റൻസീവ് കെയർ കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ICU ആണെന്നുള്ളത് അല്ലെ. നമ്മളത് കുറച്ചും കൂടി ആഴത്തിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തീവ്രമായിട്ടുള്ള ഒരു പരിചരണമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പേരും കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാലോ, ICUവിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്താണ് ICU എന്ന് പറയുന്നത്? യൂണിറ്റിന്റെ ഹോസ്പിറ്റൽ, ഇതൊരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. That provides intensive care for critically ill or injured patients. ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയവരോ രോഗാവസ്ഥയിലുള്ളതോ ആയിട്ടുള്ള പേഷ്യൻസിന് ഒരു ഇന്റൻസീവ് ആയിട്ട് തീവ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഏരിയ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ യൂണിറ്റിനെയാണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. And which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അപ്പൊ ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ അത്യാഹിത നിലയിൽ അല്ലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് നമ്മൾ ICUവിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ട പേഷ്യൻസ് ആയതുകൊണ്ട് അതിനനുസരിച്ച് മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെസിഫിക് സ്റ്റാഫുകൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സജ്ജമാക്കിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള എക്യുപ്മെന്റുകളും എന്ത് ചെയ്യണം, അവർക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം അല്ലെ. അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ മതിയോ? ഇല്ലല്ലോ. ICUയിലെ പേഷ്യൻസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, അവരെ തുടർച്ചയായിട്ട് അവരെ നിരീക്ഷിക്കുകയും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിന് അതിനനുസരിച്ച് ഉടനടി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് തുടർച്ചയായി അവരെ നിരീക്ഷിക്കണം. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്, ഇപ്പൊ അവർ ഓക്സിജൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കലി സ്പെസിഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സുകളും സജ്ജീകരിച്ചിട്ടുള്ള ഒരു റൂമാണ് ICU എന്ന് പറയുന്നത്. അപ്പൊ ഇന്റൻസീവ് കെയർ അല്ലെങ്കിൽ ICU എന്ന് പറയാൻ തീവ്ര പരിചരണ വിഭാഗം അല്ലെ. ഇവിടെ എന്താണ് ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട, അതായത് ഗുരുതരാവസ്ഥയിലുള്ള അത്യാഹിത നിലയിലുള്ള എന്താണ് രോഗബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റവരായ പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എപ്പോഴും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള പരിചരണം, ആരോഗ്യ പരിചരണം, ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഈ ഒരു ICUവിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാനായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റുകൾ നൽകാനായിട്ടും ആവശ്യമായിട്ടുള്ള
എല്ലാ എക്യുപ്മെന്റ്സുകളും അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായിരിക്കണം. ഓക്കെ. Next, patients may be referred either directly from an emergency department. അല്ലെ, അപ്പൊ നമുക്കറിയാം ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളെ പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ കൊണ്ടുവരാം? ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചല്ലേ നിങ്ങള്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ നമ്മൾ കൊണ്ടുപോകുന്നേ? അങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാവാണ് ഈ വ്യക്തിയെ നമ്മൾ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കണ്ടീഷൻ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആണെങ്കിൽ അവരെ നേരെ ഉടനെ അവരെന്ത് ചെയ്യും, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അല്ലെ, ICUലേക്ക് മാറ്റുമല്ലോ. അല്ലാന്നുണ്ടെങ്കിലോ അതാണ് പേഷ്യൻസ് മേ ബി റെഫർഡ് either directly from ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവര് ഡയറക്റ്റ്ലി അവരെന്ത് ചെയ്യുന്നു, ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഫ്രം എ വാർഡ് ഇഫ് ദിയർ കണ്ടീഷൻ റാപ്പിഡ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി എന്താണ് ആഫ്റ്റർ സർജറി. The surgery is very invasive and the patient is at high risk of complications. അതുകൂടാതെ തന്നെ ഇപ്പൊ വാർഡിലോ റൂമുകളിലൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളിൽ നിൽക്കുന്ന പേഷ്യൻസ് അവർക്ക് പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ വളരെ പെട്ടെന്ന് റാപ്പിഡ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ കുറച്ചും കൂടി സീരിയസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് വേഴ്സൺ ആവുകയാണ്, വഷളാവുകയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ബ്രീതിങ് ഡിഫിക്കൽറ്റി ആവാം, ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്ന സന്ദർഭങ്ങളിൽ അപ്പൊ ചിലപ്പോൾ അവർ വാർഡിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും, റൂമുകളിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ അവരെ നമ്മൾ ഉടനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്, ICUലേക്ക് മാറ്റാറുണ്ട്. അല്ലെ, അതുപോലെ തന്നെയാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള സർജറി, വലിയ മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറിക്ക് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്. അപ്പൊ അവർക്കൊക്കെ എന്താണ്, അവർ ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള വലിയ മുറിവുകളൊക്കെ ഉണ്ടാവുന്ന സർജറി അല്ലെ, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സർജറി അല്ലെ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അവരൊക്കെ കുറച്ചു നാൾ അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് പെട്ടെന്ന് അവർ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ ഉള്ളവരാണ്. കാരണം അവർക്ക് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ യാതൊരു രീതിയിലുമുള്ള അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതെന്താണ്, അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലുമാണ്. അല്ലെ, ഹൈ റിസ്കിലുള്ള ാണ്. അപ്പൊ അങ്ങനെയുള്ള അപകട സാധ്യതയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ ഒന്നുകൂടി ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി വഷളാവുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ എവിടെ കൊണ്ടുവരാറുണ്ട്, എവിടെ താമസിപ്പിക്കാറുണ്ട്, ICUവിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ക്ലിയർ ആയോ? ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ICU എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗം. അല്ലെ, അപ്പൊ അത്യാഹിത നിലയിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ രോഗാവസ്ഥയുമായിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ICUവിൽ പ്രവേശിക്കുന്നത്. ICUവിൽ എപ്പോഴും അവർക്ക് കൊടുക്കാൻ, അതായത് വരുന്ന ഓരോ പേഷ്യന്റിനും കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ നിരീക്ഷിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈഫ് സപ്പോർട്ടും കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. അതുപോലെ എസ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ഇനി പേഷ്യൻസിനെ എവിടെ നിന്നൊക്കെ റെഫർ ചെയ്യാമെന്നാ പറഞ്ഞേ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവരുടെ കണ്ടീഷൻ കുറച്ചും കൂടി മോശമാണെന്ന് മനസ്സിലാക്കിയാൽ നേരെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വിടും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് വാർഡിലോ റൂമുകളിലൊക്കെ മറ്റെന്തെങ്കിലും കാരണത്താൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ പെട്ടെന്ന് വഷളാവുകയാണെങ്കിൽ ആ പേഷ്യൻസിനെയും നമ്മൾ ICUവിലാണ് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സർജറി ഒക്കെ മേജർ ആയിട്ടുള്ള വളരെ എന്താണ് മുറിവുകൾ, ആഴത്തിൽ മുറിവുകളൊക്കെ പറ്റിയിട്ടുള്ള സർജറികളിലൂടെ ചെയ്തിരിക്കുന്ന പേഷ്യൻസ്, സർജറി ചെയ്ത പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ അവർ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ, അതായത് പെട്ടെന്ന് വളരെയധികം റിസ്കിലാണ്, അവർക്ക് അപകട സാധ്യതയുള്ളതാണ്. കോംപ്ലിക്കേഷൻ ഉണ്ടാവാനായിട്ട്, ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് അത്രയും അധികം കെയർ കൊടുക്കേണ്ട പേഷ്യൻസ്, അവർക്ക് പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അവരെയും നമ്മൾ ICUവിലാണ് പ്രവേശിപ്പിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ഭാഗം എന്താണ് ICU എന്നുള്ളതെന്ന് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. അപ്പൊ ICUവിന്റെ ഒരു പിക്ചർ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മള് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നോക്കി, ഹു ആർ കെയർ ഫോർ ഇൻ ദ ICU. ഈ ആരൊക്കെയാണ് നമ്മുടെ ICUവിൽ കെയർ ചെയ്യുന്നത്?
Patients may have a planned admission after surgery. അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം ഇതിന് പേഷ്യൻസിന് എത്ര കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ചില പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ പ്ലാൻഡ് ആയിട്ട് തന്നെ എന്താണ് സർജറിക്ക് ശേഷം ഒരു ICU-ല് താമസിപ്പിക്കാറുണ്ട് അല്ലെ. അതായത് 1-2 ദിവസമൊക്കെ അവർ എന്ത് ചെയ്യാനാണ്, മോണിറ്റർ ചെയ്യാൻ അല്ലെ, അവരുടെ ബേസിക് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കാനും അവർക്ക് വേറെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് സർജറിക്ക് ശേഷം പ്ലാൻഡ് ആയിട്ട് പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ICU-ല് താമസിപ്പിക്കാറുണ്ട്, ICU-ല് കെയർ കൊടുക്കാറുണ്ട്. ഇനി unexpected admission after an accident or be admitted due to a sudden and critical worsening of their health. അത് കൂടാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്മിഷൻ, അതായത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നാണെങ്കിൽ നമുക്കത് അൺഎക്സ്പെക്ടഡ് ആണ്, പ്രതീക്ഷിക്കാൻ പറ്റാത്ത കേസുകളാണ് അല്ലെ. ആക്സിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന് മുൻപ് അവർക്ക് അറിയാൻ പറ്റുമോ, ഇന്ന ആള് ആക്സിഡന്റ് നടക്കാൻ പോകുന്നു, അവർ ഇന്ന ICU-ലേക്ക് വരുന്നുണ്ട്, കെയർ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, അത് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റ്സ് ഒക്കെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ICU-ല് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാറുണ്ട്. ഓർ ബി അഡ്മിറ്റഡ് ഡ്യൂ ടു സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിംഗ് ഓഫ് ദിയർ ഹെൽത്ത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും നോർമൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് അവർക്ക് സഡൻ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ വേഴ്സണിങ് അവരുടെ ആ ഒരു അവസ്ഥ വഷളാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആവാം, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വരുന്നതാവാം. അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുന്ന സന്ദർഭങ്ങളിൽ അവരെയും നമുക്ക് അവരുടെ ഹെൽത്തുമായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഉടനടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടെങ്കിൽ അവരെയും നമ്മൾ എവിടെ അഡ്മിറ്റ് ആക്കാറുണ്ട്, ICU-ൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. ഓക്കെ. ഇനി ചില ഹോസ്പിറ്റലുകൾ, സം ഹോസ്പിറ്റൽ ICUs specialize in providing care for particular health conditions or injuries that include. ഇനി ചില ഹോസ്പിറ്റൽ ICU-കളിൽ ചില കെയർ കൊടുക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ICUs ആയിരിക്കും. അതായത് ചില ഹെൽത്ത് കണ്ടീഷനിലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനിലുള്ള ആളുകൾക്ക് കെയർ കൊടുക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ കേസുകൾക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ ആയിരിക്കില്ല അല്ലെ. അപ്പൊ ചില ഹോസ്പിറ്റലിൽ നമ്മളറിയാം ചില കണ്ടീഷൻസ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല, അപ്പൊ നിങ്ങൾ അടുത്ത മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന ഓരോ ഹോസ്പിറ്റലും അവർക്ക് പറ്റുന്നതായിട്ടുള്ള ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള കെയറുകളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ICU-ല് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് കേസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഈ എല്ലാ ഫെസിലിറ്റിയും അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കണ്ടീഷനുള്ളവരെയും അവരെന്ത് ചെയ്യില്ല, ICU-ല് സ്പെഷ്യൽ കെയർ കൊടുത്തുകൊണ്ട് നോക്കാറില്ല. അത് ആ ഹോസ്പിറ്റലിലെ ഉള്ള അവൈലബിലിറ്റി, അവിടെയുള്ള എക്യുപ്മെന്റ്സ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി എന്നതിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഹോസ്പിറ്റലും സ്പെഷ്യാലിറ്റി ആയിട്ട് അവർ ഇന്ന കണ്ടീഷൻസ് സ്പെഷ്യൽ ആയിട്ട് കെയർ കൊടുക്കുന്ന കെയർ കണ്ടീഷൻസ് ഉണ്ട്. അല്ലാതെ വരുന്ന, അത് കൂടാതെ വരുന്ന പുറമേ ഉള്ള അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ള ാണെങ്കിൽ അവർ എന്ത് ചെയ്യും, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാറ്. അതേസമയം എല്ലാം ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കണം അല്ലെ. അല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള സാധാരണ ഹോസ്പിറ്റലൊക്കെ എല്ലാ രീതിയിലുള്ള കെയർ ഒന്നും കിട്ടില്ലല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ളവരാണ് അവർ പറയും അല്ലെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മാത്രം പോരാ, അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കെയർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യും. അതായത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് അവരെന്ത് ചെയ്യുക, കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെയല്ലേ ചെയ്യാറ്? ആണോ? റെസ്പോണ്ട് ചെയ്തേ പിള്ളേരെ? ഓക്കെ. നെക്സ്റ്റ് ഇനി അതിന് വരുന്നത്, അതായത് ഹോസ്പിറ്റൽ ICU-ല് പ്രധാനമായിട്ടും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഏരിയ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സിവിയർ ബേൺസ് എന്ന് പറയുന്നത് എന്താ, കഠിനമായിട്ടുള്ള പൊള്ളലേറ്റവര് അല്ലെ. പൊള്ളലേറ്റവരെയൊക്കെ നമ്മൾ ICU-ലല്ലേ ഉടനടി പ്രവേശിപ്പിക്കുക. സിവിയർ ബേൺസ് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പൊള്ളലുകളേറ്റവരെ നമ്മൾ ICU-ൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ അല്ലെ, ശ്വസനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് പുറമെ അല്ലെ, ICU-ന് പുറമെ നമുക്കുള്ള ആവശ്യമായിട്ടുള്ള എന്താണ് മെത്തേഡുകളൊക്കെ ചെയ്ത് അവർക്ക് കെയർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ശ്വസനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവരെ ഉടനടി ICU-ലേക്കല്ലേ മാറ്റുന്നത് അല്ലെ.
അതുപോലെ തന്നെ കാർഡിയോ തൊറാസിക് സർജറി. എന്താണ് കാർഡിയോ തൊറാസിക് സർജറി? വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കാർഡിയോ തൊറാസിക് സർജറി? കേട്ടിട്ടുണ്ടോ എന്താണുള്ളത്? കാർഡിയോ തൊറാസിക്, ഹേർട്ട് ആൻഡ് തൊറാസിക് ഏരിയ, അത് നമ്മുടെ ചെസ്റ്റ് ഏരിയ ആണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുള്ളിൽ വരുന്ന ലങ്സ് ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടേക്കുള്ള ഓപ്പൺ സർജറികൾ ചെയ്യും അല്ലെ. ഓപ്പൺ സർജറി ഇപ്പൊ അതില് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇതൊക്കെ നമ്മൾ ഓപ്പൺ സർജറിയിൽ വരുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പൺ സർജറി, അതായത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ചെസ്റ്റ് ക്യാവിറ്റിയാ പറയുന്നത്. അപ്പൊ ആ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള എല്ലാ ഓർഗൻസും അതിനുള്ളിൽ വരുന്നുണ്ട്. ലങ്സ് ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ അതിനുള്ളിൽ വരുന്ന ഓർഗൻസ് അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പൺ സർജറികളും അതെല്ലാം ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ ICUലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതാണ് കാർഡിയോ തൊറാസിക് സർജറി. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എന്താണെന്നൊന്നും ചോദിക്കാറില്ല. നെക്സ്റ്റ് കോംപ്ലക്സ് സ്പൈനൽ സർജറി അല്ലെ. നമ്മുടെ സ്പൈനൽ കോഡിന് അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് ഏതൊരു സർജറിയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ ചാൻസസ് നമ്മുടെ ആ ഒരു സക്സസ്ഫുൾ ആവുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ്, കുറച്ച് കുറവാണ് അല്ലെ. അതുകൊണ്ട് അത് അത്രയും കെയർ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ആ പേഷ്യൻസിനെ അത്രയധികം നല്ല രീതിയിലുള്ള കെയർ കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് അവരെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് സ്പൈനൽ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ICUലാണ് കിടത്തുന്നത് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മേജർ ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതങ്ങൾ അല്ലെ. അപ്പൊ അത് ഏതൊക്കെ വരും? ആഘാതങ്ങളിൽ വരുമ്പോ അല്ലെങ്കിൽ ട്രോമയിൽ വരുമ്പോ അത് പറഞ്ഞു നോക്കിയേ. മേജർ ട്രോമ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ആഘാതങ്ങള് ഇപ്പൊ അതെ ആക്സിഡന്റുകൾ വരാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വല്ല വീഴ്ചകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇപ്പൊ വാഹനമൊക്കെ നമ്മുടെ താഴേക്ക് വല്ല മറിഞ്ഞു വീഴുക അങ്ങനെയുള്ള ആക്സിഡന്റുകളാവാം. അല്ലെന്നുണ്ടെങ്കിലോ മറ്റെന്താ അല്ലെ ശാരീരികമായിട്ടുള്ള ക്ഷതങ്ങളോ പരിക്കുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ അത്യാഹിതങ്ങളൊക്കെ നമ്മുടെ മേജർ ട്രോമയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആഘാതങ്ങളൊക്കെയാണ് മേജർ ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ ICUലാണ് കെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ. അതെ അടിപിടിയാവാം, കുത്തേറ്റ കേസുകളാവാം, അങ്ങനെയുള്ളതൊക്കെ മേജർ ട്രോമ അല്ലെ, ഒരു വലിയ ആഘാതമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ മേജർ ട്രോമയിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒക്കെ ചെയ്യില്ലേ. കിഡ്നി ആയിക്കോട്ടെ, ലങ്സ് ആയിക്കോട്ടെ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമല്ലോ അല്ലെ. എന്താണ് നമ്മുടെ ആന്തരിക അവയവ മാറ്റ ശസ്ത്രക്രിയകൾ അല്ലെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിനെയും നമ്മൾ ICUലാണ് കെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെപ്സിസ്. എന്താ സെപ്സിസ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? സെപ്റ്റിക് ആവുന്നൊക്കെ അത് നിങ്ങൾ കേട്ടിട്ടില്ലേ പിള്ളേരെ? നിങ്ങൾ സെപ്സിസ് ആവാ അല്ലെ. അതെ ഇൻഫെക്ഷൻസ് വരിക അല്ലെ. ഇൻഫെക്ഷൻസ് വരുന്ന അല്ലെങ്കിൽ അണുബാധ മൂലം ഉണ്ടാകുന്നതാണ് സെപ്സിസ് എന്ന് പറയുന്ന അവസ്ഥ. നമ്മുടെ അണുബാധ ബ്ലഡിലൂടെ ആവാം. അപ്പൊ അങ്ങനെയുള്ള അണുബാധകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഓർഗൻസിലേക്ക് ഈ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സെപ്സിസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസിലേക്കും ഈ അണുബാധ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും ആ ഓർഗൻസ് എന്ത് ചെയ്യും? വീഴുക അല്ലെങ്കിൽ വീർക്കുന്ന അവസ്ഥയ്ക്ക്. ഇപ്പൊ ഇൻഫെക്ഷൻ വരുമ്പോൾ അങ്ങനെയല്ലേ വീർക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർഗൻസ് വീർക്കുന്ന അവസ്ഥ കൂടുതലായി കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ആ ഓർഗൻസിന്റെ ആ ഒരു പ്രവർത്തനം ചിലപ്പോ നിലച്ചു പോകുന്ന അല്ലെങ്കിൽ ആ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാതെ വരുന്ന കണ്ടീഷൻ വരെ ഉണ്ടാവാറുണ്ട്. അതാണ് സെപ്സിസ്. അതായത് അണുബാധ ഉണ്ടാവുന്ന ബ്ലഡിലൂടെയോ മറ്റെന്തെങ്കിലും രീതിയിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് കയറാൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവുന്ന കണ്ടീഷനാണ്. അപ്പൊ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുകയും ഇന്റേണൽ ഓർഗൻസ് എന്ത് ചെയ്യുന്നു? വീർത്ത് വരുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള കണ്ടീഷൻ കുറച്ചും കൂടി വേഴ്സൺ ആവുകയാണെങ്കിൽ ആ ഓർഗൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു ഫംഗ്ഷൻ നിലച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് ഇൻഫെക്ഷൻസ് കാരണം. ഇതാണ് സെപ്സിസ് എന്ന് പറയാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് കാർഡിയാക് അറസ്റ്റ്. അറിഞ്ഞൂടെ? കാർഡിയാക് അറസ്റ്റ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെ ഹൃദയസ്തംഭനം അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ട ഹാർട്ട് ബീറ്റ് നിന്ന് പോവുക അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരിക. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ആദ്യമേ ഉടനെ ആ പേഷ്യന്റിനെ നമ്മൾ ICUലേക്ക് ആയിരിക്കും മാറ്റുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ വരുന്നതിനുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവരൊക്കെ കെയർ കൊടുക്കുന്നത് ഏത് സ്ഥലത്താണ്? അവർക്ക് ഏറ്റവും കൂടുതൽ കെയർ കിട്ടേണ്ടത് ഏത് ഏരിയയിൽ നിന്നാണ്?
ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നോക്കിയേ, who are care for in the ICU? ICU കെയർ ചെയ്യുന്ന ആളുകൾ എവിടേക്കാ? പേഷ്യൻസ് may have a planned admission after surgery. സർജറിക്ക് ശേഷം ഡോക്ടേഴ്സുമായി ഡോക്ടർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ആ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു അഡ്മിഷൻ, അപ്പൊ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ നടന്ന് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു അഡ്മിഷൻ ആയിരിക്കും ICUവിലേക്ക് വരുന്ന ഒരു അഡ്മിഷൻ ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിലോ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും പെട്ടെന്ന് അവർക്ക് സഡൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അവരുടെ രോഗാവസ്ഥ വഷളാവുന്ന അവസ്ഥയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെയും നമ്മൾ ഉടനടി ICUവിലാണ് പ്രവേശിപ്പിക്കാറ്. അപ്പൊ അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിൽ പ്രത്യേക ഹെൽത്ത് കണ്ടീഷനിലുള്ളവർക്കാണ് ഈ ICUവിൽ നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള കെയറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷനുള്ള കേസുകളാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് സിവിയർ ബേൺസ്, കഠിനമായിട്ടുള്ള പൊള്ളലുകൾ ഏറ്റവര്. രണ്ടാമത് റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ ശ്വസനാവസ്ഥയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ, ശ്വസിക്കാനായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരുന്ന ആളുകള്. അതുപോലെ കാർഡിയോ തൊറാസിക് സർജറി, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ക്യാവിറ്റിയിലുള്ള ഹാർട്ട് ആവാം, ലങ്സ് ആവാം, അതുമായി ബന്ധപ്പെട്ട അതിനുള്ളിൽ വരുന്ന മറ്റ് ഓർഗൻസിലൊക്കെ വരുന്ന ഓപ്പൺ സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റുകൾക്ക് സർജറി ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ സർജറീസും, ഓപ്പൺ സർജറി ഒക്കെ കാർഡിയോ തൊറാസിക് സർജറിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള സർജറി ചെയ്ത പേഷ്യൻസിനെ, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പൈനൽ സർജറി, സ്പൈനലിൽ നമ്മുടെ സ്പൈനൽ കോഡ് അതുപോലെ നട്ടലുമായി ബന്ധപ്പെട്ട സർജറി വരുന്ന പേഷ്യൻസിനെ, അതുപോലെ മേജർ ട്രോമ അല്ലെങ്കിൽ വലിയ ആഘാതങ്ങളിലൂടെ കടന്നുപോയതായിട്ടുള്ള പേഷ്യൻസ് പല രീതിയിലാവാം അല്ലെ, വലിയ വീഴ്ചകളോ ആക്സിഡന്റുകളോ അല്ലെന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഇപ്പോ നമ്മൾ കുത്തേറ്റവരോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും പരിക്കേറ്റവരോ, അങ്ങനെ എല്ലാവരും നമ്മുടെ ആ ഒരു മേജർ ട്രോമ അല്ലെ, സിവിയർ ആയിട്ടുള്ള എന്താണ് കുത്ത് കേസുകളിൽ പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമങ്ങളിൽ ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉയരത്തിൽ നിന്ന് വീണവരോ അങ്ങനെയുള്ളവരൊക്കെ വലിയ ആഘാതം അല്ലെങ്കിൽ മേജർ ട്രോമയിൽ വരുന്നവരാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ICUവിൽ കെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ കഴിഞ്ഞ പേഷ്യൻസിനെയും നമ്മൾ ഈ ഒരു ICUവിലാണ് കെയർ കൊടുക്കുന്നത്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അണുബാധ അല്ലെ, ബ്ലഡിലൂടെയോ മറ്റെന്തെങ്കിലൂടെയും അണുബാധ ഉണ്ടാകുന്ന കണ്ടീഷനിൽ ആ സെപ്സിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അണുബാധ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൂടാതെ കുറച്ചും കൂടി എന്താവുന്നുണ്ട്? സീരിയസ് ആവുന്നുണ്ട്. അപ്പൊ അത് ആ ഇൻഫെക്ഷൻസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുകയും ഇന്റേണൽ ഓർഗൻസിൽ വീർത്ത് വരികയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞാൽ ആ ഓർഗൻസിനെ ഡാമേജ് ചെയ്യാനും അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ ആ ഓർഗൻസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെയൊക്കെ വരാം. അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ് നമുക്കറിയാം, ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഏത് ഭാഗത്താണ് കെയർ കൊടുക്കുന്നത്? ICUവിലാണ് അല്ലെ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും കിട്ടിയോ? ഓക്കെ, ഇത് ഇത്രയും ഭാഗം പിന്നെ റിപ്പീറ്റ് ചെയ്യണോ? വേറെ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, ഇനി ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അത് എന്താണ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ എന്താണ് ഒരു സെപ്സിസ് അല്ലെങ്കിൽ എന്താണ് ഒരു കാർഡിയക് അറസ്റ്റ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലും ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവരെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷനിൽ ചോദിക്കുമ്പോൾ ഇൻക്ലൂഡഡ് ആവാത്തതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള ഓപ്ഷൻസിൽ അങ്ങനെ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത് കേട്ടോ. അതുപോലെ എന്താണ് ICU എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇന്റൻസീവ് കെയർ കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ റിലേറ്റ് ചെയ്യാം. അത് ICUവിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ വിഭാഗം ICU തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാലോ, മാറിപ്പോകില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ ചർച്ചയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.